വെള്ളപ്പുക വരുന്നു. അതിൻ്റെ ബാൽക്കണിയുടെ ജനാല തുറക്കുന്നു. ഇദ്ദേഹം കടന്നു വരുന്ന ആദ്യത്തെ വാക്ക് ബോനസേര, ഗുഡ് ഈവനിങ്. ബോനസേര. അങ്ങനെ ചരിത്രത്തിൽ ഒരു പോപ്പും പറഞ്ഞിട്ടില്ല. കാരണം സാധാരണ മനുഷ്യന്റെ ലാംഗ്വേജ് ആയത്. ദിസ് മാൻ ഈസ് ഡിഫറെന്റ്, ദിസ് മാൻ ഈസ് ഡിഫറെന്റ്. ഈ ബാറിയിലെ ഈ പറയുന്ന ചേരിയിലെ ആൾക്കാര് ഈ കർദിനാൾ ഹോർഹെ ബെർഗോളിയെ വിളിച്ചോണ്ടിരുന്നത് ഹോർഹെ എന്നാ. എടാ ഹോർഹെ, അത് ഞങ്ങളുടെ ഹോർഹയാ. അപ്പൊ അയാളെ അങ്ങനെ വിളിക്കാം. പാപ്പ ഇതെല്ലാം മലയാളമാണല്ലോ. വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ മറിച്ചു നോക്കിയിട്ട് പുള്ളിയോട് ചോദിച്ചേ, എടോ ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണ്. അപ്പൊ പുള്ളി തമാശക്കല്ല പറഞ്ഞു, എല്ലാം വളരെ സത്യമാണ്. അപ്പം ഈ പുള്ളിയുടെ അടുത്ത മറുപടിയാ, താനത്ര ഉറപ്പ് പറയുമ്പോഴാണ് എനിക്ക് സംശയം. പുരുഷ മേധാവിത്വമുള്ള സമൂഹങ്ങളിലെല്ലാം ദൈവം പുരുഷനായിരിക്കുമല്ലോ, ആകാൻ പാടില്ല. ആലോചിക്കുന്ന പോലും ഇല്ല. അത് ഇപ്പം ബോബി മാറ്റി പറയുന്നു. ബോബിയൊക്കെ അങ്ങനെയുള്ളവർ പറയുന്നുണ്ട് ദൈവം അമ്മയാണ്. ഇയാൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം അവിടെ നാഷണൽ ഹോളിഡേ അർജന്റീനയിൽ. അന്ന് വിദ്യാർത്ഥികളെല്ലാം കൂടി ഒരു പിക്നിക്കിന് പോകാൻ തീരുമാനിച്ചു. ഇയാൾക്ക് ഗേൾ ഫ്രണ്ട്, പതിവ് പോലെ എല്ലാവർക്കും അവിടെ ഗേൾ ഫ്രണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ പ്രസ്ഥാനമില്ല. അർജന്റീനയിലെ ആർച്ച് ബിഷപ്പ് ആയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരൻ ഇതുപോലെ തോറ്റു തുന്നം പാടി. അത് നമ്മുടെ ഏക്കാനിയുടെ ഭാഷ. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു, എങ്ങനെയുണ്ട് ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് പറയാം. തോറ്റു തുന്നം പാടി. കോൺഗ്രസ് തോറ്റതിനെ കുറിച്ച് അതിന്റെ മുഖ്യമന്ത്രി പറയുന്ന പറച്ചില്ല. ആരാണ് ഈ ഹോർഹെ ബെർഗോളിയോ? ഇയാളുടെ പേര് വിളിച്ച പോപ്പല്ല, പോപ്പായിട്ടിരിക്കുന്നവനോടാ ചോദിക്കുന്നത്. പോപ്പ് ഫ്രാൻസിസ് നല്ല ചോദിക്കുന്നത്. ആരാണ് ഈ ഹോർഹെ ബെർഗോളിയോ എന്ന് പറഞ്ഞാൽ താൻ ആരാടോ? ഇതാ ചോദ്യം. ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അയാൾ വിവരിക്കുക. ഈ ചോദ്യം കേട്ടപ്പം പോപ്പ് ഒന്ന് മൗനിയായി, ആലോചിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഇയാൾ അന്റോണിയോ പറയുന്നുണ്ട്, ഞാൻ ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കണോ? പുള്ളി പറഞ്ഞു വേണ്ടാന്ന് കൈ കാണിച്ചു, വേണ്ട. മനസ്സിലായി. എന്നിട്ട് അയാൾ പറഞ്ഞു തുടങ്ങുന്നത്, ഞാൻ പാപിയായ മനുഷ്യനാണ്. ഐഡന്റിറ്റി ഓഫ് ജീസസ് ഇൻ ദ ഗോസ്പൽ ഓഫ് മാർക്ക്. മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ജീസസിന്റെ സ്വത്വബോധം. ഇയാൾ ആരാണ്? അതായിരുന്നു എൻ്റെ അന്വേഷണം. ഫ്രാൻസിസ് മാർപ്പാപ്പയെ നിരന്തരം പിന്തുടർന്നിരുന്ന ഒരു ആളാണ് ഫാദർ ജേക്കബ് നാലുപറ എന്ന് പറയുന്ന താങ്കൾ. പാപ്പയുടെ ജീവചരിത്രകാരൻ എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ പാപ്പ സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം വന്ന ആദ്യത്തെ ജീവചരിത്ര പുസ്തകവും താങ്കൾ എഴുതിയതാണ്. അതിനുശേഷം 2 പുസ്തകങ്ങൾ പാപ്പയെക്കുറിച്ച് തന്നെ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ റാഡ് ബുക്സ് പബ്ലിഷ് ചെയ്ത പാപ്പ പോപ്പ് ഫ്രാൻസിസിനെ വായിക്കാം എന്നുള്ള പുസ്തകം എഡിറ്റ് ചെയ്യുകയും ചെയ്തു. നോക്കുമ്പോൾ ഫ്രാൻസിസ് പാപ്പനെ നിരന്തരം പിന്തുടരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട്, അല്ലെങ്കിൽ ഇത്രയും എല്ലാവരും ഏറ്റെടുത്ത സമയത്ത് മറ്റു മാർപ്പാപ്പന്മാരെ പോലെയല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുകയും ഒരുപാട് ഇൻഫ്ലുവൻഷ്യൽ ആവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ചരിത്രമാണുള്ളത്. എന്തുകൊണ്ടാണ് പാപ്പയെ ഇങ്ങനെ നിരന്തരം പിന്തുടർന്ന് പുസ്തകങ്ങളിലേക്കൊക്കെ പോയത്? അതിൻ്റെ ഒരു കാരണം ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കുറേ വ്യക്തിപരമായ ഘടകങ്ങളുണ്ട്. ഞാൻ 988 ഒരു വൈദികനായിട്ട് മാറുന്നത്, അല്ലെ പട്ടം സ്വീകരിക്കാണ്. അതിനുശേഷം ഞാൻ ഒരു 3 വർഷത്തെ ഇവിടുത്തെ അജപാലന ശുശ്രൂഷ, ഞങ്ങളുടെ അച്ഛന്മാരുടെ ശുശ്രൂഷയ്ക്ക് ശേഷം പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഉന്നത പഠനത്തിനായിട്ട് ജെറൂസലേമിൽ, അതും ഓൾഡ് ജെറൂസലേമിൽ, ഈ പറയുന്ന പഴയ ജെറൂസലേം എന്ന് പറയുന്നിടത്താണ് യേശു അവസാനം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം കടന്നു വന്ന സ്ഥലം. അതിൻ്റെ ഈശോയെ ഈ മരണശിക്ഷയ്ക്ക് വിധിക്കുന്ന സ്ഥലത്തൊരു ആശ്രമമുണ്ട്. അത് ഫ്രാൻസിസ്കൻ ആശ്രമമാണ്. അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ബിബ്ലിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെയാണ് ഞാൻ ചെന്ന് താമസിച്ച് പഠിക്കുന്നത്. അന്ന് പോസ്റ്റ് വഴിയാണല്ലോ എഴുത്ത്, ഫോണൊന്നുമില്ല. ഫോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അവിടുന്ന് ഒരു ഇന്റർനാഷണൽ കോൾ ഞാൻ വിളിക്കണമെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പം കത്തിലൂടെയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് അയക്കേണ്ട കത്തിൻ്റെ വിലാസം ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾക്കും വീട്ടിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ആ വിലാസത്തിൻ്റെ അതെല്ലാം ഇംഗ്ലീഷിലോ മറ്റു ഭാഷയിലോ ആണല്ലോ. അപ്പോൾ എൻ്റെ പേരെഴുതി
പേരെഴുതിയിട്ട് ഞാൻ താമസിക്കുന്ന ആശ്രമത്തിന്റെ പേര് ഫ്ലജലേഷൻ മൊണാസ്ട്രി. ഫ്ലജലേഷൻ അത് ലത്തീന. അപ്പം അഡ്രസ്സ് എഴുതിയപ്പോൾ എൻ്റെ പേരെഴുതിയിട്ട് ഞാൻ താമസിക്കുന്ന ഇടം ഫ്ലജലേഷൻ മൊണാസ്ട്രി, ഫ്ലജലേഷൻ ആശ്രമം. അപ്പോൾ ചോദിച്ചത് എന്താ ഈ ഫ്ലജലേഷൻ? ചമ്മട്ടി അടിയുടെ ആശ്രമം. ഈശോയെ ചമ്മട്ടി അടിച്ച സ്ഥലത്താണ് നമ്മൾ താമസിക്കുന്നത്. ഇനി അടുത്തത് അതിന്റെ സ്ട്രീറ്റ് വിയാ ഡൊളോറോസ എന്ന് പറഞ്ഞാൽ കുരിശിന്റെ വഴി. താമസിക്കുന്ന ആശ്രമം ചമ്മട്ടി അടിയിട്ടത്, താമസിക്കുന്ന ആശ്രമം സ്ഥിതി ചെയ്യുന്ന വഴി എന്ന് പറയുന്നത് കുരിശിന്റെ വഴി. എന്നിട്ട് അവസാനം ജെറൂസലം. അന്നും ഇന്നും ജെറൂസലം പ്രശ്നമാണ്. അപ്പൊ ഇത് കേട്ടപ്പോൾ ആൾക്കാർക്ക് പേടിയായി, കാരണം ഇത് സങ്കടം. അപ്പൊ അവിടെ ഞാൻ 9 വർഷം താമസിച്ചാണ് എൻ്റെ ബൈബിളിലുള്ള PhD ചെയ്തത്. അപ്പൊ ബൈബിളിൽ ഞാൻ അത് ചെയ്യാനുണ്ടായിരുന്ന കാരണം, ആ മേഖല തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം, ഞാൻ ഈ ഒരു പൗരോഹിത്യ രീതിയിലേക്ക് വരുമ്പോൾ പോലും എൻ്റെ അട്രാക്ട് ചെയ്ത കാര്യം ജീസസ് ആണ്. അത് ഇദ്ദേഹത്തെ ഒരു അട്രാക്റ്റീവ് പേഴ്സണായിട്ട് നമ്മൾ ചെറുപ്പം മുതൽ പള്ളിയിലും പരിസരങ്ങളിലും വീടുകളിലും ഒക്കെ പറയുന്ന ഈ കഥാപാത്രം സത്യത്തിൽ ഇതാരായിരുന്നു അതറിയണമെന്നുള്ള ആഗ്രഹം പഠിക്കുന്ന കാലത്ത് മുതൽ. അതുകൊണ്ട് പഠിക്കുന്ന കാലത്ത് ഞാൻ ഫിലോസഫി തിയോളജി ഞങ്ങളുടെ പരിശീലനത്തിൻ്റെ കാലഘട്ടം ബാംഗ്ലൂർ ധർമാരാം കോളേജിൽ അവിടെ ആയിരുന്നപ്പോഴും ലഭ്യമായ അവിടുത്തെ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ ഉപയോഗിച്ച് ഇതാരാണ് ഈ മനുഷ്യൻ. അപ്പോഴും എനിക്ക് മുഴുവനായിട്ട് തൃപ്തി വന്നിട്ടില്ല കണ്ടെത്തി എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ഇതിന് ശേഷം ഒരു പഠനമുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ അന്നത്തെ ഈ ഞങ്ങളെ പഠനത്തിന് വിടാൻ തീരുമാനിക്കുന്ന അധികാരികളോട് പറഞ്ഞു, താല്പര്യം എനിക്ക് ഈ ബൈബിള് തന്നെ, അതും തന്നെ ഈ സുവിശേഷങ്ങൾ, അത് കാരണം ജീസസിനെ കുറിച്ച് പറയുന്ന പുസ്തകങ്ങളൊന്ന് പഠിക്കണം. ഇനി അത് പഠിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ ഇത് എഴുതപ്പെട്ട സ്ഥലത്ത് പോകണം, പാലസ്റ്റൈൻ. അങ്ങനെയാണ് ഞാൻ ചെന്നുപെടുന്നത്. അപ്പം ഞാൻ പോരാ, എൻ്റെ ഗവേഷണത്തിൻ്റെ വിഷയം ഇതായിരുന്നു. ഇതിലെ ഏറ്റവും പഴയ ഗോസ്പൽ ഓഫ് മാർക്ക്, അതിലെ ഗോസ്പൽസിലെ എല്ലാം പ്രധാന കഥാപാത്രം ജീസസ് ആണ്. അപ്പോൾ എൻ്റെ തീസിസിന്റെ വിഷയം അവിടുത്തെ ഏറ്റവും കർശനക്കാരനായ പ്രൊഫസറിന്റെ കീഴിൽ, നെല്ലോ കസലി എന്ന് പറയും, ഇറ്റാലിയനാണ്. ഞാൻ പോയി ശിഷ്യപ്പെട്ടു, ലൈസൻസ് ചെയ്തു. അത് കഴിഞ്ഞ് ഡോക്ടറേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ വിഷയം പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു ബുദ്ധിമുട്ടാണ്, എന്നാലും അയാളുടെ വ്യവസ്ഥകൾ പറഞ്ഞ് ഞാൻ ഐഡന്റിറ്റി ഓഫ് ജീസസ് ഇൻ ദ ഗോസ്പൽ ഓഫ് മാർക്ക്, മർക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന ജീസസിന്റെ സ്വത്വബോധം, ഇയാൾ ആരാണ്, അതായിരുന്നു എൻ്റെ അന്വേഷണം. അപ്പോൾ ആ ഒരു അന്വേഷണത്തിൻ്റെ ഒരു വെളിച്ചത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു ധാരണയുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് നമ്മളെ തന്നെ ഇത് കുറേയേറെ മാറ്റും, നമ്മുടെ പഴയ ചിന്തകളിൽ നിന്ന്, രീതികളിൽ നിന്ന്. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞ 2000-ൽ തിരിച്ചിവിടെ വരുന്നത്. അപ്പം തിരിച്ചിവിടെ നാട്ടിൽ 2009 വർഷം പുറത്ത് നിന്നിട്ട് വന്നു കഴിഞ്ഞപ്പം എനിക്കുണ്ടായ സംഘർഷം എന്ന് പറയുന്നത്, ഈ ജീസസിൻ്റെ പേരിൽ ഇവിടെ നിലനിൽക്കുന്ന മത രീതികൾ, വ്യവസ്ഥകൾ, ആചാരങ്ങൾ, ഇത് സംഭവം ഞാൻ അന്വേഷിച്ച് സുവിശേഷങ്ങളിൽ കണ്ടെത്തിയ ഈ ആളുടെ രീതികളുമായിട്ട് ഒത്തുപോകുന്നില്ലല്ലോ, ചേരുന്നില്ല. അത് നമുക്ക് പുറത്തധികം ആരോടും പറയാൻ പറ്റില്ല എങ്കിലും നമുക്കുള്ളിലൊരു വിഷമമാണ്. ഇതെന്താണിത്? കാരണം ഒരർത്ഥത്തിൽ ഞാനൊരു ലൈഫ് കമ്മിറ്റ്മെൻ്റായി എടുത്തിരിക്കുന്നത്, ഇയാളുടെ ഈ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, അതോടൊപ്പം തന്നെ ഈ ഒരു മത സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുക. അതാണല്ലോ നമ്മളായിരിക്കുന്നത്. പക്ഷെ ഇത് തമ്മിൽ എവിടെയോ ഒരു ചേരാഴികയുണ്ട്. അപ്പൊ അതിൻ്റെ ചേരാഴിക എങ്ങനെ നമുക്ക് മാറ്റാൻ ശ്രമിക്കാം അതിൻ്റെ ഒരു ആദ്യ ശ്രമമായിരുന്നു കാരുണികൻ എന്നൊരു മാഗസിൻ. അതായത് കൃത്യമായിട്ട് ഈ യേശുവിൻ്റെ ദർശനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക കാലാനുചിതമായിട്ട്. ഇവിടെ നടക്കുന്ന ഏത് സാമൂഹിക പ്രശ്നത്തിലും ഒരു ജീസസ് പെർസ്പെക്റ്റീവ് എടുക്കാം. അങ്ങനെ ഞാൻ ചിന്തിച്ചത്, അങ്ങനെ കുറെ നമുക്കൊന്ന് അവതരിപ്പിച്ച് മാറ്റാൻ നോക്കാം. ഇതൊന്നും ഇപ്പൊ പറയുന്ന രീതിയല്ല, വളരെ ഡിഫറെന്റ് ആണ് ജീസസിന്റെ പെർസ്പെക്റ്റീവ്. അങ്ങനെ ഞാൻ നോക്കണം. പിന്നെ 2013 ആയപ്പോൾ ഞാൻ പുരോഹിതനായിട്ട് 25 വർഷമായി. ഈ ഒരു ശ്രമം 2000 മുതൽ 2013 വരെ 13 വർഷങ്ങളിൽ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുക. സംഭവം ജീസസിന്റെ പെർസ്പെക്റ്റീവ് ഇവിടെ അവതരിപ്പിച്ച് ഈ സമൂഹത്തിലും സഭയിലും. അതിന് എതിർപ്പുകളുണ്ട്. കാരണം ചിലതൊക്കെ വളരെ നിശിതമായിട്ട് നമുക്കെതിരെ എതിർപ്പുകളായിട്ട് വരുന്നു, നമ്മളെ തന്നെ മാറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷെ നമുക്ക് കുറെ പിടിച്ചു നിൽക്കാൻ പറ്റി. അപ്പൊ ഇതുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. യഥാർത്ഥത്തിൽ ജീസസ് പറഞ്ഞതിനും ചെയ്തതിനും അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പരിണത ഫലം ഇവിടുത്തെ ജീസസിന്റെ വ്യവസ്ഥാപിത സംവിധാനങ്ങൾ നമുക്കെതിരാവും. സഭ അതെ, അത് വലിയ ബുദ്ധിമുട്ടാണ്. എന്താ ഇത്? അങ്ങനെ
ഇത് ശരിയാകുന്നില്ലല്ലോ എന്ന ഒരു മാനസിക ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ മാഗസിന് വേണ്ടി തന്നെ ഇതും അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഒരു കമ്പാനിയൻ എന്നൊരു മാഗസിൻ ഉണ്ടായിരുന്നു. അതും ഞാനും ഒരു ജെസ്യൂട്ട് ഫാദർ ജേക്കബ് സ്രാമ്പിക്കലോട് ഒരുമിച്ച് തുടങ്ങി. ഞങ്ങൾ രണ്ടുകൂടെ തുടങ്ങി. അതും ഇതേ പെർസ്പെക്റ്റീവ്, ജീസസിന്റെ പെർസ്പെക്റ്റീവ് നാഷണൽ വൈസിൽ അവതരിച്ചു. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഈ സഭാപരമായ കാര്യങ്ങൾ ഞാൻ പിന്തുടരുന്നുണ്ടായിരുന്നു ഇന്റർനാഷണൽ മീഡിയയിൽ. അങ്ങനെയാണ് ഞാൻ ഈ ഇലക്ഷൻ, അതായത് ബെനഡിക്റ്റ് പാപ്പ രാജിവെച്ചപ്പോൾ തന്നെ സംതിങ് ഈസ് റോങ് എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. പക്ഷെ അത് അംഗീകരിക്കുന്നു, സഭാ നേതൃത്വം അംഗീകരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചത്. അപ്പൊ ഞാൻ ഫോളോ ചെയ്തു. അപ്പം കർശനമായിട്ട് ഫോളോ ചെയ്തു അടുത്ത ഇനി ആരാണെന്നുള്ളത്. കാരണം അങ്ങനെയാണേലും ഒരു പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ 2013 മാർച്ച് 13 ഞാൻ ഇദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. അതിന്റെ ഈ പറയുന്ന വെള്ളപ്പുക വരുന്നു, അതിന്റെ ബാൽക്കണിയുടെ ജനാല തുറക്കുന്നു, ഇദ്ദേഹം കടന്നു വരുന്ന ആദ്യത്തെ വാക്ക് ബൊനസേര, ഗുഡ് ഈവനിങ്. അങ്ങനെ ചരിത്രത്തിൽ ഒരു പോപ്പും പറഞ്ഞിട്ടില്ല. കാരണം സാധാരണ മനുഷ്യന്റെ ലാംഗ്വേജ് ആയത്. അതായത് ഞാൻ ഇറ്റലിയിലും റോമിലും ഒക്കെ പോയിട്ടില്ല പല പ്രാവശ്യം ഈ പഠനത്തോട് ബന്ധപ്പെട്ടിട്ട് തന്നെ. അവിടെ കാണുമ്പോൾ നമ്മൾ വഴി വെച്ച് കാണുമ്പോൾ അപരിചിതര് പോലും പറയുന്നു ബൊനസേര എന്ന് പറഞ്ഞാൽ അവര് ഗ്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയാണ്. അയാൾ വന്നു നിന്നിട്ട് വളരെ ഔദ്യോഗികമായിട്ട് വന്നു നിന്നിട്ട് ഒരു സഭയുടെ ഏറ്റവും തലപ്പത്തുള്ളവൻ വളരെ ഇൻഫോർമലായിട്ട് ബൊനസേര, അവരും തിരിച്ചു പറയുന്നു ഗുഡ് ഈവനിങ്. എന്നിട്ട് ഇയാൾ കൊച്ചു വർത്താനം പറയാം, എന്നൊക്കെയുണ്ട് വിശേഷം, അതാണ് എന്നൊക്കെ പറഞ്ഞു പോയ കൂട്ടത്തിലാ ഇദ്ദേഹം പറയുന്നത്, അല്ല ഞാൻ വന്നത് ഒരു ബ്ലെസ്സിങ് തരാനാ. ഇയാൾ ഈ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു വളരെ നിസാരമായിട്ട് പറയുന്നത് ഊർബി തോർബി എന്ന് വളരെ ഫോർമലായിട്ട് പോപ്പുമാര് വളരെ ചുരുക്കം അവസരങ്ങളിൽ കൊടുക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. അത് ആശീർവാദം. അതിന് ഗൗരവമായിട്ടൊരു സാധനത്തിന് വന്നു നിന്നിട്ടാണ് ഈ പുള്ളി പറയുന്നത് ഞാൻ വന്നത് ഒരു ബ്ലെസ്സിങ് തരാനാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, അല്ലേ ഞാൻ നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ വന്നു എന്നും പറഞ്ഞ് ഇയാൾ തല കുനിക്കുക, പ്രാർത്ഥിക്കുക. അപ്പൊ ഇയാള് തല കുനിക്കുക എന്ന് പറഞ്ഞാൽ ഇയാൾ മുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ TV ക്യാമറകളെല്ലാം ഫോക്കസ് ചെയ്യുന്ന അവിടെയുള്ള ഓഡിയൻസ് ആ വറ്റിക്കാൻ സ്ക്വയറിന്റെ നിറച്ചാള് നിൽക്കുക. കാരണം ഇയാൾ ആരാന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളെ കാണും. അവരുടെ മുഖങ്ങളിലേക്ക് ഇത് ഫോക്കസ് ചെയ്യുക. ചിലര് കണ്ണ് നിറഞ്ഞ് കരയുന്നു, ചിലര് കണ്ണ് കൈകൂപ്പി പൊത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, കണ്ണടച്ചു പിടിച്ചിരിക്കുന്നു. അത്രയായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ദിസ് മാൻ ഈസ് ഡിഫറെന്റ്. എന്നിട്ടും ഇയാള് പിന്നെയും അത് കഴിഞ്ഞിട്ട് വർത്താനം പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഇത് നിർത്തണമല്ലോ ഇവിടെ ഇത് പുള്ളി ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി അവസാനം പറഞ്ഞു ഓക്കെ അത് നമുക്ക് നിർത്താം, നിങ്ങൾ ഞാൻ എന്നെ പിന്തുണ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ബൊനനോത്തെ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, അതും പറഞ്ഞു. അതൊക്കെ ഞാൻ പറഞ്ഞ ഒരു പുതിയതാന്ന് മാത്രമല്ല ഇയാള് സാധാരണ മനുഷ്യന്റെ നിലയിലേക്ക് ഭാഷയിലേക്കും രീതിയിലേക്കും വരിക. ഇത് പ്രത്യേകത. അന്ന് ഇതെന്നെ അട്രാക്ട് ചെയ്തത് ഇതൊരു വ്യത്യസ്തമായ പോപ്പിന്റെ രീതി ആയതുകൊണ്ടാണ്. പക്ഷെ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ഇയാളെ സംബന്ധിച്ച് വ്യത്യാസമല്ല, ഇയാളെ സംബന്ധിച്ച് ഇന്നും ഇങ്ങനെയായിരുന്നു. സ്വാഭാവികത. ഒരു കാലഘട്ടം മുഴുവൻ ഇയാൾ അങ്ങനെ ആയി തീർന്നതാ. പുള്ളിക്ക് ഇത് വളരെ നാച്ചുറൽ ആയിട്ട് വരുന്നതാ. നമ്മൾ മാറിയ ഒരു സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ഇത് വ്യത്യാസമാണ്. അന്നാണ് ഞാൻ ഇദ്ദേഹത്തെ പിന്തുടരണമെന്ന് തീരുമാനിച്ചത്. കാരണം ദിസ് മാൻ ഈസ് ഡിഫറെന്റ്. ഞാൻ ആഗ്രഹിച്ച, അതായത് ഞാൻ ഈ കണ്ട ഒരു ഗ്യാപ്പ് സുവിശേഷത്തിലെ ജീസസും ഇന്നത്തെ ജീസസിന്റെ പിൻഗാമികളുടെയും സഭാ സംവിധാനത്തിന്റെ രീതികളും തമ്മിലുള്ള ഗ്യാപ്പ് ഇദ്ദേഹം മാറ്റാൻ നികത്തി എന്നൊരു പ്രതീക്ഷ വരിക. അപ്പൊ പിന്നെ കർശനമായിട്ട് ഞാൻ ഇദ്ദേഹം എഴുതുന്നതും പറയുന്നതും സംസാരിക്കുന്നതും പിന്തുടരാൻ പോയി. അപ്പൊ ശരിക്കും ആദ്യത്തെ അതിന്റെ റിസൾട്ടായിരുന്നു ജീവചരിത്രം. അതായത് മാർച്ച് 13 ഇദ്ദേഹം പോപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. മെയ് 7 ഞാൻ ഇത് കിട്ടാവുന്ന അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ ഇറ്റാലിയൻ ഭാഷ ഇത് രണ്ടും എനിക്ക് വായിക്കാൻ മനസ്സിലാവും. പിന്നെ അതുകൂടാതെ സ്പാനിഷ്, ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ മാതൃഭാഷ സ്പാനിഷാണ്. അതിനകത്ത് എനിക്ക് സ്പാനിഷ് അറിയാൻ മേല. പക്ഷേ സ്പാനിഷിലുണ്ടായിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛനുണ്ട്, ജെയ്മോൻ. അവൻ പിന്നെ മാഡ്രിഡിലായിരുന്നു. അവനോട് ഞാൻ പറഞ്ഞു, എടാ ഇന്ന ടെക്സ്റ്റുകൾ ഞാൻ അയച്ചു കൊടുത്തു. അവനൊന്ന് മാഡ്രിഡിലാണ്, മുളപ്പഞ്ചേരി എന്ന് പറയും. അപ്പൊ അദ്ദേഹം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് തന്നു. കാരണം അപ്പൊ എനിക്ക് ഈ മെറ്റീരിയൽ കിട്ടി വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത് വെച്ചുകൊണ്ട് ഞാനൊരു ജീവചരിത്രം പുള്ളിയുടെ ജീവചരിത്രം ഉണ്ട്. അതൊരു റിസർച്ച് ആയിരുന്നു. പക്ഷെ അത് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റി. മെയ് 7 ആ സാധനം റിലീസ് ചെയ്തു. അത് വലിയ സ്വീകരിക്കപ്പെട്ടു. അത് സന്തോഷമാണ്. കാരണം അത്
ഈ മനുഷ്യന്റെ ഡിഫറൻസ് ആണ് സ്വീകരിക്കപ്പെട്ടത്. ഈ മനുഷ്യനെയാണ് സ്വീകരിച്ചത്, അല്ലാതെ നമ്മൾ എഴുതിയ ആളെ എന്നതിനേക്കാൾ ഉപരി ഈ മനുഷ്യനെ സ്വീകരിച്ചു. കാരണം അത്ര ഒരു ആഗ്രഹം ഇവിടുത്തെ വ്യവസ്ഥാപിത സഭയിൽ ജീവിക്കുന്നവർക്ക് പോലും ഈ ഒരാഗ്രഹം ഇങ്ങനെ ആകണം എന്നൊരാഗ്രഹം ഉള്ളിലുണ്ട്. അതാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. അല്ലാതെ നമ്മുടെ മാത്രം ആഗ്രഹമല്ല, എൻ്റെ മാത്രമല്ല, ഇവിടെ എല്ലാവരും ഇത് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് തടസ്സം എന്താണെന്നുള്ളതാണ്. പോപ്പ് തന്നെ ആദ്യത്തെ ഒരു പ്രസംഗത്തില് ആദ്യത്തെ ദിവസം തന്നെ വാർത്തകളിൽ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിന്നിരുന്നു. അതിന്റെ കാരണം ലളിത ജീവിതം നയിക്കുന്ന അവർ കൊടുക്കുന്ന പോപ്പിന് വേണ്ട എല്ലാ ആലഭാരങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് ഒരു ചെറിയ ചാപ്പലിലേക്ക് പോകുന്നു, ബസ്സിൽ മറ്റ് കർദിനാൾമാരുടെ ഒപ്പം യാത്ര ചെയ്തു. അതൊക്കെ വലിയ വാർത്തയായിരുന്നു. പക്ഷെ നമ്മൾ ചരിത്രം നോക്കുമ്പോൾ ഇത് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു സ്വാഭാവികതയാണ്. മൂപ്പര് നേരത്തെ ബ്യൂണസ് അയേഴ്സിലെ ആർച്ച് ബിഷപ്പ് ആയിരുന്നപ്പോഴും ഇങ്ങനെ തന്നെയാണ് ജീവിച്ചിരുന്നത്. പക്ഷെ അതൊരു പുള്ളി സ്വയം നവീകരിക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ടാണ് ഈ ഒരു ജീവിത രീതിയിലേക്ക് വരുന്നത്. അതിനു മുമ്പുള്ള ഒരു പോപ്പിന്റെ, അല്ലാതെ ഹോർഹെ ബെർഗോളിയോ എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെ ആയിരുന്നില്ല. ഇതൊരു മാറ്റം, ഒരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട്, ഒരു വിപ്ലവകരമായ മാറ്റം സംഭവിക്കുന്നുണ്ട്. ആ ഒരു ചരിത്രം കൂടി ഒന്ന് പറയാൻ പറ്റും. അത് ആ മാറ്റം എന്ന് പറയുന്നത് ചില മേഖലകളിലാണ് അദ്ദേഹത്തെ വളരെ ആഴത്തിൽ മാറ്റിമറിക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയാണോ അതെങ്ങനെ കൃത്യം അടയാളപ്പെടുത്താൻ എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ വന്ന മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം ഏറ്റവും ചെറുപ്രായത്തിൽ 36-ാമത്തെ വയസ്സിൽ ജെസ്യൂട്ട് ഈശോ സഭയുടെ അർജന്റീനയിലെ പ്രൊവിൻഷ്യലായിട്ട് തിരഞ്ഞെടുക്കപ്പെടുക. അവരുടെ ചരിത്രത്തിലെ യങ്ങസ്റ്റ് പ്രൊവിൻഷ്യലാണ്. ആ പ്രായത്തിലൊന്നും ഇത്രയും, അതായത് ഈ ജെസ്യൂട്ട് ഈശോ സഭ എന്ന് പറയുന്നത് കാത്തലിക് ചർച്ചിലെ ഏറ്റവും പ്രബലമായ ബുദ്ധിമാന്മാരുടെ സന്യാസ സമൂഹം. അതാണ് അതിന്റെ വ്യത്യാസം. അതൊരു ബുദ്ധിമാന്മാരുടെ സമൂഹമായത്, ഇന്റലക്ച്വൽസ് ആയത്. അതിപ്പോ കേരളത്തിൽ നോക്കിയാലും ഇവര് ഇന്റലക്ച്വൽസ്, ഇന്ത്യയെ നോക്കിയാൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എഡ്യൂക്കേഷണൽ ഇന്റലക്ച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇവരാണ് തുടങ്ങിയതും. കാത്തലിക് സഭയെ നമുക്ക് പൊതുവായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 രീതിയിലുള്ള ക്ലേർജി, വൈദികരെന്ന് തിരിക്കാം. ഒന്ന്, ഈ ഇടവക പള്ളികളിൽ ഇരിക്കുന്ന ക്ലേർജി, അത് രൂപതാ മെത്രാന്മാരായിട്ട് മാറും, അവരുടെ കീഴിലാകും. അത് കഴിഞ്ഞ് അങ്ങനെയുള്ള ഒരു ശ്രേണി. അത് ഈ പറയുന്ന ഇടവക വൈദികരും മെത്രാന്മാരും. 2, ഇതിന് പാരലായിട്ട് തന്നെ സന്യാസ സമൂഹങ്ങളുണ്ട്. അവര് ഇടവകളിൽ ഇരിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ആവശ്യം വന്നാൽ ഇരിക്കാം. അവര് സന്യാസ സമൂഹങ്ങളിൽ ഉള്ള ഒത്തിരി സന്യാസ സമൂഹങ്ങളുണ്ട്, പലതുണ്ട്. അതിൽ ഏറ്റവും പഴയ ഒരു സന്യാസ സമൂഹമാണ് ഈ ജെസ്യൂട്ട് സഭ എന്ന് പറയുന്നത്. അവരുടെ ഒരു ഗുണം, അത് ശരിക്കും പറഞ്ഞാൽ റിഫോർമേഷന്റെയും റിനൈസൻസിന്റെയും കാലത്തുണ്ടായി വന്ന സമൂഹം. റിഫോർമേഷന് കൗണ്ടർ റിഫോർമേഷനായിട്ട് നേതൃത്വം കൊടുത്തത് ഇവരായിരുന്നു. അപ്പൊ ആ യൂറോപ്പിലെ പശ്ചാത്തലത്തില് അപ്പൊ അവര് ഇന്റലക്ച്വൽസ് ആണ്. അന്ന് മുതൽ ഇങ്ങോട്ട് സഭയുടെ ബുദ്ധി കേന്ദ്രങ്ങളായിട്ട് നിന്നവർ ഇവരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം അത്തരം ഒരു വലിയ സന്യാസ സമൂഹത്തിന്റെ അർജന്റീനയിലെ പ്രോവിൻസിന്റെ മൊത്തം അവിടെയുള്ള അംഗങ്ങൾ, അതിന്റെ പ്രൊവിൻഷ്യലായിട്ട് ഈ മനുഷ്യൻ വന്നു കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഇയാൾ ജനിച്ചതും വളർന്നതുമായുള്ള സാഹചര്യങ്ങൾ കൊണ്ടാകാം ഇദ്ദേഹത്തിൻ്റെ ഒരു നിലപാടുകൾ വളരെയധികം കൺസർവേറ്റീവായി, യാഥാസ്ഥിതിക മനോഭാവം. അതോ സമയം പുള്ളി തന്നെ പിന്നീട് പറയുന്നുണ്ട്, ഐ വാസ് ആൻ ഓട്ടോക്രാറ്റിക് മാൻ. അതെ, സ്വേച്ഛാധിപതിയായിരുന്നു പുള്ളി തന്നെ സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പുറത്തു നിന്നുള്ള ഒരു വിലയിരുത്തലല്ല, അദ്ദേഹത്തെ തന്നെ സ്വയം വിലയിരുത്തുന്നു. അപ്പോൾ സ്വേച്ഛാധിപതി ആയതുകൊണ്ടാണ് യാറിക്ക് യോലിക്സ് എന്ന് പറയുന്ന 2 അച്ഛന്മാര് അർജന്റീനയിൽ ബോനോസ് അയേഴ്സിലെ ബാറികൾ, അവിടുത്തെ ഈ പറയുന്ന സ്ലംസ്, അവിടേക്ക് അവര് ഈ പോപ്പ് ഫ്രാൻസിസ് തന്നെ അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ തന്നെ വിലയിരുത്തുന്നത് ഞാൻ ഓട്ടോക്രാറ്റിക് ആയിരുന്നു, വളരെയധികം യാഥാസ്ഥിതികനായിരുന്നു, ഏകാധിപത്യ രീതികളായിരുന്നു. പുള്ളി അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിൽ പ്രൊവിൻഷ്യലായി ആരോടും ഞാൻ ആലോചന ചോദിക്കും, ആരെയും കേൾക്കുമായിരുന്നില്ല, പെട്ടെന്ന് തീരുമാനം എടുക്കുക. പുള്ളി തന്നെ പറയുന്ന അതിൻ്റെ ഒരു ഏറ്റവും, അതായത് മറ്റുള്ളവരെ അവിടുത്തെ സമൂഹത്തെ മൊത്തം ബാധിച്ചതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ വത്തിക്കാൻ കൗൺസിൽ 63-65 വന്നു. വത്തിക്കാൻ കൗൺസിൽ ഇതെല്ലാം നടക്കുന്ന ഒരു ആംബിയൻസിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏത് സംഭവം നടക്കുന്ന ഈ കാത്തലിക് ചർച്ച് എന്ന് പറയുന്ന ഒരു വലിയ ആംബിയൻസ് ഉണ്ട്, അതിന്റെ ഉള്ളിൽ നടക്കുന്ന കലാപരിപാടികളായത്. അപ്പൊ കാത്തലിക് ചർച്ച് ഈ വത്തിക്കാൻ കൗൺസിൽ ഉണ്ടായി എന്ന് പറയുന്നത് അത് സഭാചരിത്രത്തിലെ ഏറ്റവും വിപ്ലവകരമായ മാറ്റമാണ്. കാരണം അത് കൃത്യം ഈ 23-ാം യോഹന്നാൻ മാർപ്പാപ്പ പറയുന്നത് ഒരു ആപ്തവാക്യമായിട്ട് മാറുന്നുണ്ട്. അതായത് സഭയുടെ ജനാലകളും വാതിലുകളും തുറന്നിടുമ്പോൾ സംഭവിക്കുന്നത് കാറ്റും വെളിച്ചും അകത്തേക്ക് കയറുന്നു എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട്. അപ്പൊ അങ്ങനെ തുറന്നിട്ട് മാത്രമല്ല
വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. മാറ്റങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് സഭ കുറെ കൂടെ മനുഷ്യനോടടുക്കുന്നു, മാനുഷികമായ നിലപാടുകൾ എടുക്കുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ശരിക്കും തെക്കേ അമേരിക്കയിലെ ലിബറേഷൻ തിയോളജി കയറി പിടിച്ച് വളർന്നു വന്നത്, വിമോചന ദൈവശാസ്ത്രം. അപ്പം ആ വിമോചന ദൈവശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ, അതായത് പാവപ്പെട്ട മനുഷ്യൻ, ദരിദ്രനായ മനുഷ്യൻ, അവഗണിക്കപ്പെട്ട മനുഷ്യൻ, അവൻ്റെ കൂടെ ദൈവമാണ് നിൽക്കുന്നത്. ഇതൊരു ബിബ്ലിക്കൽ സങ്കല്പമാണ്. ദരിദ്രരുടെ ദൈവം എന്നുണ്ട്. അനബിം യാബെ എന്ന ഹീബ്രുവിൽ പറയുന്നത്, അത് ഓൾഡ് ടെസ്റ്റമെന്റ് പഴയ നിയമം മുതൽ ഇങ്ങോട്ടുള്ളതാ. ജീസസ് അതിന്റെ ആൾരൂപമായിരുന്നു. നിൽക്കുന്നത്, ദൈവം നിൽക്കുന്നത്, ജീസസ് നിൽക്കുന്നത് അവഗണിക്കപ്പെട്ടവന്റെ കൂടെ. അപ്പൊ ആ പരിത്യക്തന്റെ കൂടെ നിൽക്കുന്ന ദൈവം എന്ന സങ്കല്പമാണ് ഈ ലിബറേഷൻ. അതാ ബേസ്. വിമോചന ദൈവശാസ്ത്രത്തിന് ബേസ് അതാ. എവിടെ മനുഷ്യൻ അവഗണിക്കപ്പെടുന്നുണ്ടോ, പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ, തള്ളപ്പെടുന്നുണ്ടോ, പട്ടിണിയിലാകുന്നുണ്ടോ, യുദ്ധത്തിന്റെ കെടുതിയിലാകുന്നുണ്ടോ, അവിടെയാണ് ദൈവം. അവിടെ നിൽക്കുന്നതാണ് ദൈവിക മനുഷ്യൻ. അപ്പൊ ആ വിമോചന ദൈവശാസ്ത്രം കയറി പിടിക്കുകയും പാവപ്പെട്ടവന്റെ പക്ഷം നിൽക്കുകയും ചെയ്ത്. ഇപ്പോൾ അർജന്റീനയിൽ സംഭവിച്ചത്, അതും ബോനോസ് ആയേഴ്സിൽ സംഭവിച്ചത്, ചേരികളിലേക്ക് മാറി നിൽക്കുക. അവിടെ പാവപ്പെട്ടവൻ. അതാണ് ഈ രണ്ട് വൈദികർ അവിടെ പോയി താമസിച്ചു. പക്ഷെ ഇദ്ദേഹം അവർക്ക് എതിരായിരുന്നതിന്റെ കാരണം, ഇദ്ദേഹം പ്രൊവിൻഷ്യലായിരുന്നു. ഇദ്ദേഹത്തിന്റെ ന്യായം പറയുന്നുണ്ട്. അതായത് അവിടെ ഒരു മിലിറ്ററി ഗവൺമെന്റാ. അപ്പൊ മിലിറ്ററി ഗവൺമെന്റ് വളരെ ക്രൂരമായിട്ട് മനുഷ്യനെ പീഡിപ്പിക്കുക. അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ലെഫ്റ്റിസ്റ്റ് സംഘടനകൾ, അതും കമ്മ്യൂണിസ്റ്റ് സംഘടനകൾ തന്നെ, അവരും രണ്ടു കൂട്ടരും സ്വീകരിക്കുന്ന മാർഗം എന്നാ. അവർ വയലൻസ് ഉപയോഗിക്കുന്നു, അതിനെ ചെറുക്കാൻ കൗണ്ടർ വയലൻസ് ഇവർ ഉപയോഗിക്കുന്നു, പട്ടാളക്കാരെ തകർക്കുക. അപ്പം ഈ അവിടുത്തെ ജനം രണ്ടു ഭാഗത്തേക്കും ചെതറുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ രണ്ട് വൈദികർ ചേരികളിലേക്ക് പോയി നിൽക്കുമ്പം ഇവരെ പട്ടാളം ഗവൺമെന്റ് ടാർഗറ്റ് ചെയ്യുക. അപ്പോഴാണ് ഈ അപകടം പുള്ളി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇവരോട് ആദ്യം പറയുന്നുണ്ട്, നിങ്ങൾ അവിടുന്ന് മാറണം, കാരണം ഇത് അപകടമാണ്. അവർ മാറാൻ തയ്യാറല്ല, കാരണം ജനങ്ങളുടെ കൂടെ നിൽക്കണമല്ലോ, അതാണല്ലോ ദൈവം. അപ്പം പുള്ളി വീണ്ടും വാണിംഗ് കൊടുക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കൈവടിയേണ്ടി വരും. കൈവടിയേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇദ്ദേഹം അവിടുത്തെ ഭരണകൂടവുമായിട്ട് ബന്ധത്തിൽ തന്നെയാണ്. അവിടുത്തെ ഈ മിലിറ്ററി വധേല എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് ഇയാൾക്ക് കയറി ചെല്ലാം, സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം. അവിടുത്തെ കൺഫസർ പോലെയൊക്കെയാണ് ഇദ്ദേഹവും. അവരും ഒഫീഷ്യലി ഈ പറയുന്ന പട്ടാള നേതാവും കത്തോലിക്കനാ, അതുകൂടെ മനസ്സിലാക്കണം. അപ്പോൾ അവരും ഈ കൂതാശയൊക്കെ സ്വീകരിക്കുക. അതിന് വലിയ തമാശ, പീഡകനും പീഡിപ്പിക്കപ്പെടുന്നവനും ഒരേ കൂതാശകൾ, ഒരേ മതത്തിൽ വിശ്വസിക്കുന്നു, ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഒരേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു തമാശ പറയാം, ഒരു തമാശ കഥ ഞാൻ ഉണ്ടാക്കിയതുണ്ട്. ഒരു ദിവസം രാവിലെ, ഇതിനകത്ത് കൊള്ളാമെന്ന് ചേർത്താൽ മതി, ഒരു ദിവസം രാവിലെ മുക്കുവൻ പഴയ ചൂണ്ടയൊക്കെ ആയിട്ട് പോവുക. അപ്പൊ ദൈവത്തോട് തിരികെത്തിച്ച് പ്രാർത്ഥിച്ചത്, ദൈവമേ ഇതെനിക്ക് വലിയ മീനുകളെ തന്നെ കിട്ടണേ എന്ന് ഇയാള് പ്രാർത്ഥിച്ചു പോവുക. രാവിലെ വെള്ളത്തിലൂടെ നടക്കാനിറങ്ങിയ മീൻ പ്രാർത്ഥിക്കുന്നു, എൻ്റെ അവിടെ ഇന്ന് ഒരുത്തനും എന്നെ പിടിക്കരുതേന്ന്. ഇതിൽ ആരുടെ പ്രാർത്ഥന കേൾക്കും. അപ്പോൾ എന്ന് ഏറ്റവും തമാശ, ഇത് ഞാൻ എഴുതി ഫേസ്ബുക്കിലിട്ടപ്പോൾ ഒരുത്തൻ പറഞ്ഞു, അതില് ആരാണോ യഥാർത്ഥ ദൈവവിശ്വാസി അവന്റെ പ്രാർത്ഥന കേൾക്കും. അപ്പൊ നോക്കണം നമ്മുടെ മനുഷ്യൻ. അപ്പൊ ഇത് ഈ രണ്ടും. അപ്പൊ ഇദ്ദേഹം ഇവർക്ക് വാണിംഗ് കൊടുത്തു. അതായത് ഈ ജെസ്യൂട്ട് മെമ്പർ ആണെങ്കിൽ ഇവർക്ക് ഒരു സംരക്ഷണം ഉണ്ട് ആ ലേബലിൽ തന്നെ. അത് ആ സംരക്ഷണം എനിക്ക് വിടേണ്ടി വരുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതായത് ഇനി മുതൽ നിങ്ങൾ ജെസ്യൂട്ട്, അത് അയാൾ ചെയ്തു. അതാണ്. അത് കഴിഞ്ഞതോടെ പട്ടാളം ഇവരെ എടുത്തു, അറസ്റ്റ് കൊണ്ടുപോയി പീഡിപ്പിച്ച് കുറേ മാസങ്ങൾക്ക് ശേഷം, 6 മാസം കഴിഞ്ഞിട്ടാണ് അവരെ പീഡിപ്പിക്കപ്പെട്ട് ഡ്രഗ് കുത്തിവെച്ച് ബോധരഹിതരായിട്ട് കൊണ്ടുവന്ന് വഴിയിലിടുക ചെയ്തു. അപ്പം ഇതിൻ്റെ പേരിൽ ശരിക്കും പറഞ്ഞാൽ ഇയാൾ പ്രൊവിൻഷ്യലാണല്ലോ. അവരുടെ ജെസ്യൂട്ട് കമ്മ്യൂണിറ്റിയിൽ, അവരുടെ സമൂഹത്തിൽ തന്നെ വലിയ എതിർപ്പുണ്ടായി. വലിയ എതിർപ്പ്. അത് അച്ഛന്മാര്, ഇതിനകത്തെ അച്ഛന്മാർ തന്നെ, കാരണം ഇതൊരു കമ്മ്യൂണിറ്റിയുടെ നേതാവാണല്ലോ, അച്ഛന്മാരുടെ നേതാവ്. അവർ തന്നെ വലിയ നമ്പറുകൾ എതിരായി കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി മാത്രമല്ല, ഇദ്ദേഹം തന്നെ പിന്നീട് പറയുന്ന ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങളെ, കൺസർവേറ്റീവ് ആയിട്ടുള്ള, പുള്ളി തന്നെ പറയുന്നുണ്ട്, എന്നെ വളരെ യാഥാസ്ഥിതികൻ, വളരെ കടുത്ത യാഥാസ്ഥിതികനായിട്ടാണ് എൻ്റെ കൂടെയുള്ള അച്ഛന്മാര് ലേബൽ ചെയ്തിരുന്നതെന്ന്. അപ്പൊ പുള്ളിയുടെ രീതികൾ അതായിരുന്നു. അപ്പൊ കർശനമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി, അടുത്ത അഡ്മിനിസ്ട്രേഷൻ വേറെ പ്രൊവിൻഷ്യൽ വന്നപ്പോൾ
ഇദ്ദേഹത്തിന് കുറേ വർഷങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് പുറത്തേക്ക് പഠിക്കാൻ പോയി, ജർമ്മനിയിൽ വന്നു. പക്ഷേ തിരിച്ചു വന്നു കുറേ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ ഒരു തരത്തിൽ പറഞ്ഞാൽ അന്നത്തെ ആ പ്രൊവിൻഷ്യാളുമായിട്ട് ഇദ്ദേഹം അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. അതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. പുള്ളിയുടെ നിലപാട് മറ്റവരുടെ നിലപാടുമായിട്ട് ഒക്കുന്നില്ല. ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ ആർജവമുള്ളവനായതുകൊണ്ട് കൺഫ്രണ്ട് ചെയ്യാൻ പോകും. അങ്ങനെ വന്നപ്പം ഇദ്ദേഹത്തെ ഒരു തരത്തിൽ ഏറ്റവും തഴയപ്പെട്ട ഒരു ആശ്രമം, ഗോവേന്ദ ആശ്രമം എന്ന് പറയും, കൊർദോബ, ഒത്തിരി അകലെയാ ഈ ബോണസ് ഐഴ്സിൽ നിന്ന്, അവിടേക്ക് വിട്ടു. അവിടെ ഇദ്ദേഹത്തിന് ഒരു ജോലിയും കൊടുത്തില്ല. അത് വളരെ അസ്വാഭാവികമാണ്. കാരണം ഒരു മുൻ പ്രൊവിൻഷ്യാൾ, അതിൻ്റെ തലപ്പത്തിരുന്നവൻ, അവനെ പിന്നീട് വന്ന ഒരുത്തൻ കൊണ്ടുപോയി ഒരു ജോലിയും കൊടുക്കാതെ ഒരാശ്രമത്തിൽ കൊണ്ടുപോയി ഇടാം. അവിടെ പരസ്യമായിട്ട് കുർബാന ചെല്ലാൻ പോലുള്ള അനുവാദമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ശിക്ഷിക്കപ്പെട്ട്, അപ്പൊ ഇത് പുറത്തേക്ക് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം മാർപ്പാപ്പ ആയപ്പോഴും ഇത് പുറത്തു വന്നിട്ടില്ല. ഈ 900-902 സംഭവം നടക്കുന്നത് ആർക്കും അറിയാൻ പറ്റില്ല. ഞാൻ റിസർച്ച് ചെയ്ത് പോയിട്ട് ആ കാലഘട്ടത്തെ കുറിച്ച് മിണ്ടുന്നില്ല. അത് ശരി. 2013 ഞാൻ അന്വേഷിച്ചു പോയി. കാരണം നമുക്കൊരു എവിടെ ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട്, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ആലോചിച്ചത് എന്ത്, ഞാൻ ആ ആദ്യത്തെ പുസ്തകത്തിൽ ഈ സാധനം ഇല്ല. ഞാൻ പറഞ്ഞു ഇദ്ദേഹം കൊർദോബയിലായിരുന്നു, തീർന്നു. അവിടെ എന്തായിരുന്നു? ഒന്നുമില്ല. ഇത് അതൊരു അതിന് ശരിക്കും പറഞ്ഞാൽ CNN എഡിറ്ററാണ്. പിന്നീട് ഇദ്ദേഹം മാർപ്പാപ്പയായതിനു ശേഷം ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഈ ഗ്യാപ്പ് എല്ലാവർക്കും ഫീൽ ചെയ്തു. അദ്ദേഹം തന്നെ ഇത് കണ്ടുപിടിക്കാൻ എന്താണ് സംഭവിച്ചത്. ഇദ്ദേഹം ഈ കൊർദോബ എന്ന സ്ഥലത്തെ ജസ്യൂട്ട് ആശ്രമത്തിൽ പോയി അവരുടെ ഈ നാളാഗമുണ്ട്, ഓരോ ദിവസവും നടക്കുന്ന കാര്യം എഴുതി വെക്കുന്ന സാധനം, അത് എല്ലാ ആശ്രമങ്ങളിലും ഉള്ളതാണ്. അത് ആ വർഷങ്ങളിലെ എടുത്ത് 1992, 1990, അതെടുത്തിട്ട് അന്ന് അവിടെ താമസിച്ചിരുന്ന മറ്റ് ഈശോസഭ വൈദികരുടെ പേരെടുത്ത് ഇവരെവിടെയൊക്കെയാ ഇപ്പോൾ ഉള്ളതെന്ന് വിടും. എന്നിട്ട് ഇയാൾ അവരെ പോയി ഇന്റർവ്യൂ ചെയ്തു. എന്തായിരുന്നു ഈ ഹോർഹെ ബെർഗോളിയോയ്ക്ക് സംഭവിച്ചത്? അപ്പോൾ അതിൻ്റെ ഏറ്റവും തമാശ, അവിടെ കുശിനിക്കാരനായിട്ട് ജോലി ചെയ്തിരുന്ന ഒരു പ്രായം ചെന്ന മനുഷ്യനുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഹോർഹയെക്കുറിച്ച് എനിക്ക് പറയാവുന്ന ഒരു കാര്യം, അയാൾ ദിനചര്യകളുടെ മനുഷ്യനായിരുന്നു. ഞാൻ രാവിലെയാണ് ഈ ആശ്രമത്തിലേക്ക് പാചകം ചെയ്യാനായിട്ട് വരുന്നത്. ഞാൻ എന്നും രാവിലെ വരുമ്പം നോക്കുമ്പം ഇയാൾ ആ വരാന്തയിൽ ഇരുന്നു കൊണ്ട് ഈ സോക്സ് കഴുകുക. 2 ജോഡി സോക്സേ ഉള്ളൂ, ഒരെണ്ണം ഇട്ടിട്ടുണ്ടാവും, മറ്റത് കഴുകുക. അത് കഴിഞ്ഞ് ഇയാളെ സ്ഥിരമായിട്ട് പള്ളി കാണാം. പിന്നെ ഇദ്ദേഹം എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണം ഒരേ ഭക്ഷണം, ഈ ടിപ്പിക്കലി ഇയാളുടെ ഒരു ക്യാരക്ടറായി കാണിക്കുന്നത്. അപ്പൊ ഇയാൾ ദിനചര്യകളിലെ മാറാൻ തയ്യാറല്ലാത്ത, അതാണ് റിജിഡിറ്റി ആയത്. അയാളൊരു രീതി വന്നിട്ടുണ്ട്. അത് അപ്പം ഇത് ഇയാൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേറെ കൂടെ താമസിച്ച വേറൊരു വല്യച്ഛനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയായിരുന്നു, പണിഷ്മെന്റ് ആയത്. അതുകൊണ്ടാണ് ഒരു ജോലിയും കൊടുക്കാതെ കുർബാന പോലും പരസ്യമായി ചില അനുവാദം ഇല്ലാതെ ഇയാളെ അവിടെ ആക്കിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ശിക്ഷയുടെ ഒരു പീരീഡിനെ, ഒരവസ്ഥയെ ഈ കാത്തലിക് പാരമ്പര്യത്തിൽ വിശേഷിപ്പിക്കുന്നത് ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്നാണ്. ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്ന് പറഞ്ഞാൽ ഈ ആത്മീയ വഴിയിൽ നടക്കുമ്പോൾ അത് ഇദ്ദേഹം തന്നെ പിന്നീട് ഒരിക്കൽ അർജന്റീനയിലെ ആർച്ച് ബിഷപ്പായി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരൻ ഇതുപോലെ തോറ്റു തുന്നം പാടി. അത് നമ്മുടെ ഏക്കാനിയുടെ ഭാഷ. ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചു എങ്ങനെയുണ്ട് ഇലക്ഷൻ റിസൾട്ടിനെ കുറിച്ച് പറയാം. തോറ്റ് തുന്നം പാടി. കോൺഗ്രസ് തോറ്റതിനെ കുറിച്ച് അതിന്റെ മുഖ്യമന്ത്രി പറയുന്ന പറച്ചില്ല. അപ്പൊ ഈ രാഷ്ട്രീയക്കാരൻ തോറ്റു തുന്നം പാടി നിൽക്കുക. അപ്പൊ അയാള് ആശ്വാസത്തിനായിട്ട് ഈ ആർച്ച് ബിഷപ്പിന്റെ അടുത്ത്, ഹോർഹെ ബെർഗോളിയുടെ അടുത്ത്, അപ്പം ഇദ്ദേഹം അയാളോട് പറയുക, നമ്മുടെ തോൽവി, നമ്മുടെ പരാജയം, നമ്മുടെ ഏകാന്തത നമ്മൾ ജീവിച്ചു തീർക്കണം. എങ്കിലേ കൂടുതൽ കാരുണ്യത്തോടെ നമുക്ക് ജനത്തെ സേവിക്കാനായി തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഇത് ഇയാൾ ആർച്ച് ബിഷപ്പാവും പറയുന്ന, ഇത് പറയുന്നത് ഈ രാഷ്ട്രീയക്കാരന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അയാൾ പറയണേ, സ്വന്തം അനുഭവം. അതായത് അയാള് ഈ പറയുന്ന 1990-92 കൊർദോബയിലായിരുന്നപ്പം തോൽവിയാണ്, പരാജയമാണ്, ശിക്ഷയാണ്, അത് ജീവിച്ചു തീർക്കുക. അപ്പോഴാ മറ്റേ കൂടെയുള്ള അച്ഛൻ പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ രാത്രി ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പിന്നെ ഇദ്ദേഹത്തിന്റെ തന്നെ, അദ്ദേഹം സെമിനാർ റെക്ടർ ആയിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അവിടെ പഠിച്ച ഒരു അച്ഛൻ, അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഫോളോവർ എന്ന് പറയാം, അദ്ദേഹം കൃത്യമായൊരു ഇവാലുവേഷൻ ഇദ്ദേഹത്തെ കുറിച്ച് നടക്കുന്നു. ഹോർഹെ ബെർഗോളി ആരാന്ന് ചോദിച്ചാൽ മരുഭൂമിയിലെ സന്യാസിയുടെ വിരക്തി,
എന്ന് പറഞ്ഞാൽ അത് ക്ലാസിക്കൽ പ്രയോഗം. അതായത് ഈ ക്രിസ്ത്യൻ സന്യാസം അത് ഉടലെടുത്തത് ഈജിപ്തിലെ മരുഭൂമിയിലും പാലസ്തീനായിലെ മരുഭൂമിയിലാണ്. കാരണം ഈ ആൾതാമസം ഇല്ലാത്ത ഏകാന്തതയിലേക്ക് ഒരു പിൻവാങ്ങുക, ദൈവത്തെ അന്വേഷിച്ച് എല്ലാം വിടുക. ആളുകളെ വിട്ടു, സ്വന്തക്കാരെ വിട്ടു, പറമ്പ് വിട്ടു, എല്ലാം വിട്ടു ഏകാന്തതയിലേക്ക് പോകുക. അതാണ് മരുഭൂമിയിലെ സന്യാസിയുടെ വിരക്തി. അതോടൊപ്പം കർമ്മകുശലനായ രാഷ്ട്രീയക്കാരന്റെ കുബുദ്ധി, ഇത് രണ്ടും കൂടെ ഒരാളിൽ ചേർന്നാൽ അതാണ് ഹോർഖെ ബെർഗോളിയോ. ഒരു ക്ലാസിക്കൽ സ്റ്റേറ്റ്മെന്റ് അത്. അതായത് ഈ പറയുന്ന സന്യാസിയുടെ നിർമ്മമത, ഡിറ്റാച്ച്മെന്റ്, അതോടൊപ്പം ഏറ്റവും ബുദ്ധിമാനായ രാഷ്ട്രീയക്കാരന്റെ കർമ്മകുശലത, ഇത് രണ്ടും കൂടെ ഒരാളിൽ. അത് എനിക്ക് തോന്നുന്നു ഈ ഹോർഖെ ബെർഗോളിയുടെ ശിഷ്യനായ അച്ഛൻ അന്ന് പറഞ്ഞതാണ് ടിപ്പിക്കൽ ഹോർഖെ. ഇതയാൾ വിശുദ്ധനാന്ന് പറയുമ്പോഴും ഇയാളുടെ കടുത്ത കൂർമ്മ ബുദ്ധിയുണ്ട്. ഓരോ തീരുമാനത്തിലും പിന്നീട് ഇങ്ങോട്ട് മരിക്കുന്നത് വരെ ഇയാള് ഡിറ്റാച്ച്മെന്റും ലളിത ജീവിതവും കരുണയും സ്നേഹവും ഒക്കെ തന്നെയാണ് പോപ്പ് ഫ്രാൻസിസ്. പക്ഷെ അതോടൊപ്പം തന്നെ കടുത്ത ബുദ്ധി, അതും കർമ്മകുശലത, ഇനി ഒരാളും കൂടെ പറഞ്ഞാൽ കുടില ബുദ്ധി, ഇതും കയ്യിലിരിപ്പുണ്ട്. ഇത് രണ്ടും കൂടെ കൂടിയ മനുഷ്യനാണ്. അപ്പൊ ഈ ഒരു 2 വർഷക്കാലത്തെ ജീവിതം ഇദ്ദേഹത്തെ ഡ്രാസ്റ്റിക് ആയിട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെപ്പോഴും വളരെ ആഴത്തിൽ ചിന്തിക്കുന്നതും ആഴത്തിൽ നമ്മളെ തന്നെ വിലയിരുത്തുന്നതും നമ്മുടെ ഏറ്റവും വലിയ ദുഃഖങ്ങളിലായിരിക്കും. ഏറ്റവും വലിയ ദുഃഖം വന്ന് ഭവിക്കുമ്പോഴാണ്, ഏറ്റവും വലിയ സങ്കടം വന്ന് ഭവിക്കുമ്പോഴാണ്. ദുഃഖ സത്യമെന്ന് ശ്രീബുദ്ധൻ പറഞ്ഞത് ശരിയാ, ദുഃഖമാണ് സത്യം. അത് വന്ന് ഭവിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തെക്കുറിച്ച് കൃത്യമായ വിലയിരുത്തലിന്, കൃത്യമായ ഒരു അവബോധത്തിലേക്ക്, ഉണർവിലേക്കൊക്കെ വരുന്നത്. ഇദ്ദേഹത്തിന് സംഭവിച്ചത് അത് തന്നെയാണ്. അതിനുശേഷം അതിൻ്റെ മാറ്റം അറിയണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഈ 992 അന്നത്തെ ബോണസ് അയേഴ്സിലെ ആർച്ച് ബിഷപ്പ് ഇദ്ദേഹത്തിന്റെ കൊർദോബായ്ക്ക് അടുത്തുള്ള എയർപോർട്ടിൽ നിന്നാണ് ഫോൺ വിളിക്കുന്നത്. കാരണം ഇയാളെ നേരത്തെ അറിയാം, ഇയാള് പ്രൊവിൻഷ്യലായിരുന്നു, ഹി നോസ് ഹിം. അപ്പൊ ഇയാളെ വിളിക്കുക, എയർപോർട്ട് വരെ വരണമെന്ന്. ഇയാൾ കൊർദോബ ഇവരുടെ ആശ്രമത്തിൽ നിന്ന് എയർപോർട്ട് വരുമ്പോഴാണ് ഇയാൾ പറയുന്നത് തന്നെ ഓക്സിലറി ബിഷപ്പാക്കാൻ പോവാ. അതൊക്കെ കാരണം അത് ഇയാൾ ഒറ്റ മനുഷ്യന്റെ ഇടപെടലാ മാറ്റുന്നത്. അങ്ങനെയാണ് ഇദ്ദേഹം ബോണസ് അയേഴ്സിലേക്ക് ഓക്സിലറി ബിഷപ്പായിട്ട് വരിക. ഈ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രിക്ക് ശേഷം ഉടനെ വരുന്നു. എന്നിട്ട് അയാൾ ആദ്യം ചെയ്യുന്ന പണി, എവിടെയാണോ ഈ യോറിക്കും യാലിക്സും എന്ന 2 പുരോഹിതരെ, ജസ്യൂട്ട് പുരോഹിതരെ ഇദ്ദേഹം വിലക്കുകയും പട്ടാളം പിടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു, അതേ ചേരികളിലേക്ക് ഈ മനുഷ്യൻ പോവുക. അതാണ് ഇയാളുടെ ചേഞ്ച്. ഇദ്ദേഹം വിമോചന ദൈവശാസ്ത്രത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു. എന്ത് ഇയാള് വിലക്കിയോ അതിലേക്ക് അത് ഇയാള് തന്നെ ചെയ്യുക. അത് തെറ്റായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഉറപ്പല്ലേ? അതല്ല ഞാൻ പറയുന്ന ആ ഒരു മാറ്റം എന്ന് പറയുന്നത് വലിയ മാറ്റമാണ്. നമ്മൾ പണ്ട് കാലത്ത് തെറ്റെന്ന് പറഞ്ഞ് ശപിച്ച് അല്ലെ വിധിച്ച് അധികാരം ഉണ്ടായിരുന്നു തള്ളിയ ഒരു സാധനം തന്നെ പരസ്യമായിട്ട്, രഹസ്യമായിട്ട് ചെയ്യാം, പരസ്യമായിട്ട് നമ്മൾ വീണ്ടും അതിലേക്ക് തന്നെ പോവുക. പോരാ, ആ ചേരികളിലുള്ള അച്ഛന്മാരുടെ എണ്ണം ഇയാൾ കൂട്ടി. കാരണം കൂടുതൽ പേരെ അങ്ങോട്ട് കൊണ്ടുപോവുക. റെഗുലർ പതിവായിട്ട് ഇയാൾ ചേരികളിൽ പോയി കുർബാന ചെല്ലുക എന്ന് മാത്രമല്ല, അവിടെ ഈ പറയുന്ന ബോണസ് അയേഴ്സിലെ ചേരികളുടെ 3/4 പങ്കും ഇദ്ദേഹം ഈ പറയുന്ന ഇദ്ദേഹത്തിന് 2013 വരെയുള്ള കാലഘട്ടത്തിൽ പോയി സന്ദർശിക്കുകയും കുർബാനയിൽ തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ ഈ ബാറുകളിലായിരുന്നു ഏറ്റവും വലിയ ആഘോഷം. കാരണം അവർ ഇയാളെ വിളിക്കുന്ന ഹോർഖെ എന്നാ, അല്ലാതെ സാധാരണ അതായത് നമുക്ക് അത് മനസ്സിലാകില്ല മലയാളികൾക്ക്. അതായത് യൂറോപ്യൻ കൾച്ചറിലോ ഈവൻ യൂറോപ്യൻ കൾച്ചറിന്റെ ബാക്കിയാണ് സൗത്ത് അമേരിക്കൻ കൾച്ചർ, ഈ അമേരിക്കൻ ലാറ്റിൻ അമേരിക്ക. ലാറ്റിൻ അമേരിക്ക. അപ്പൊ അവരൊക്കെ ചെയ്യുന്നത് പറഞ്ഞാല് മനലയുടെ സെക്കൻഡ് നെയിം എന്നാ? വാട്ട് ഈസ് യുവർ സെക്കൻഡ് നെയിം? സി മോഹൻ. അപ്പൊ ശരിക്കും യൂറോപ്യൻസ് നമ്മളെ ഔദ്യോഗികമായിട്ട് ബഹുമാനിക്കണേ സെക്കൻഡ് നെയിം പറയുള്ളൂ, മോഹൻ എന്നേ പറയുള്ളൂ, അല്ലെ സി മോഹൻ എന്നേ പറയുള്ളൂ. അത് മാറുന്ന എപ്പോഴാന്ന് ചോദിച്ചാല് നമ്മൾ ഫ്രണ്ട്സായി, സുഹൃത്തുക്കളായി എന്ന് പറയുമ്പോഴത്തേക്ക് ആ 2ാം ഭാഗം വിടും, പിന്നെ മനല മാത്രമേ പറയുള്ളൂ. ഫസ്റ്റ് നെയിം പറയുന്നത് ഒരു സൗഹൃദമാണ്, സ്നേഹമാണ്, ഞങ്ങൾ തമ്മിൽ സുഹൃത്തുക്കളാണ്, കൈകോർത്ത് പിടിക്കാം. അപ്പൊ ഈ ബാറിയിലെ ഈ പറയുന്ന ചേരിയിലെ ആൾക്കാര് ഈ കർദിനാൾ ഹോർഖെ ബെർഗോളിയെ വിളിച്ചോണ്ടിരുന്നത് ഹോർഖെ എന്നാ. എടാ ഹോർഖെ, അത് ഞങ്ങളുടെ ഹോർഖെയാ.
അപ്പം അയാളെ അങ്ങനെ വിളിക്കാം. പിന്നെ അത് താൻ തമാശതല്ല. ഞാൻ ഇദ്ദേഹത്തെ ഈ ജീവചരിത്രം എഴുതിയതിന് ശേഷം നമ്മുടെ ക്ലീമീസ് പിതാവിൻ്റെ ഒരു വലിയ റെക്കമെൻഡേഷൻ, അതോടൊപ്പം തന്നെ ആലഞ്ചേരി പിതാവിൻ്റെ ഉണ്ട് കൂടി എനിക്ക്. കാരണം ഇവരെയൊക്കെ കാണാൻ, ഒരു പേഴ്സണലായിട്ട് കാണാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാരണം എത്രയോ മനുഷ്യർ ആഗ്രഹിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ ഇദ്ദേഹം പറയുന്ന ഒരു സമയത്താ, അതെനിക്കൊന്ന് 2013 പുസ്തകം ഇറങ്ങി 14 പിറ്റേ വർഷം തന്നെ പോയി. അപ്പോൾ അദ്ദേഹം എന്നോട് വർത്തമാനം പറയുമ്പോൾ എനിക്ക് ഇറ്റാലിയൻ അറിയാം. അപ്പോൾ ഞാൻ വളരെ ഇറ്റാലിയനിലെ നമ്മൾ ബഹുമാനിക്കേണ്ടവരെ നമ്മൾ അങ്ങ് അല്ലെ അദ്ദേഹം അങ്ങ് എന്നേ വിളിക്കുള്ളൂ, നീ എന്ന് പറയല. അപ്പം ഞാൻ ആ രീതിയിൽ ലൈ എന്ന് പറഞ്ഞാൽ അങ്ങെന്ന് പറഞ്ഞു തുടങ്ങി. നോ ഗീവ് മീ തൂ എന്ന് പറഞ്ഞ നീ എന്ന് വിളിക്കണ. പുള്ളി ഫസ്റ്റ് ആദ്യം കാണുന്ന ഒരു മനുഷ്യനാ. ആദ്യം ഒരു മനുഷ്യനെ കാണുമ്പോഴേ പറയുക നീ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ നീ നമ്മുടെ കൂട്ടുകാരാണ്, തുല്യരാണ്. ആ ഒരു വലിയ തമാശ. അന്ന് രസകരമായിട്ട് ഒത്തിരി നേരം കിട്ടുകയല്ല, കാരണം നമുക്ക് വളരെ ചുരുക്കം നേരമേ ഉള്ളൂ. സംസാരിച്ചത് എന്താണെന്ന് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ, പുസ്തകത്തിന്റെ കാര്യവും പറഞ്ഞു എന്നല്ലാതെ ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ കാണുന്നു, എന്നെ അത് കഴിഞ്ഞ് ഒത്തിരി പേര് കാണാൻ നിപ്പുണ്ട്. ഇപ്പൊ നമുക്ക് അനുവദിച്ച കൃത്യമായ സമയമൊന്നുമില്ല, കാണാം, വർത്താനം പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇദ്ദേഹത്തിന്റെ ഇതൊക്കെ നിയന്ത്രിക്കുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന ബാക്കി കാർഡിനൽസൊക്കെ അടുത്ത് നിപ്പുണ്ട്. ഇദ്ദേഹം ഇപ്പം ഞാൻ സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ കണ്ണിൽ നോക്കി എൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇന്നേ ദിവസം മറ്റു പണിയൊന്നും ചെയ്യാനില്ല എന്ന മട്ടിലാണ് പുള്ളി നമ്മുടെ ഉള്ളത്. അദ്ദേഹം അടുത്ത് നിൽക്കുന്ന ഈ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന പാർട്ടികളാണ് നോക്കുന്നു. അപ്പൊ ഞാൻ കുറെ കഴിഞ്ഞപ്പോൾ ഇത് മനസ്സിലായി, ഇത് ഇവന്മാര് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു, അതുകൊണ്ട് ഞാൻ അവരെ നോക്കാൻ പോയില്ല. ഈ പുള്ളിയെ തന്നെ നോക്കിയിരിക്കും. ഏറ്റവും രസകരമായിട്ടുള്ളത്, ഇതിനു മുമ്പ് ഈ നമ്മുടെ ക്ലീമീസ് പിതാവ്, പുള്ളി നമ്മുടെ ഒരു വലിയ സുഹൃത്താണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ബാംഗ്ലൂരിലുണ്ടായിരുന്നു പഠിച്ചതല്ല. അദ്ദേഹം PG ചെയ്യുമ്പോൾ ഞാൻ ഗ്രാജുവേഷൻ ചെയ്തു. പക്ഷേ ഞങ്ങളുടെ ഒരു സൗഹൃദം നന്നായിട്ടുണ്ടായി വന്നു. കുറേ പ്രോഗ്രാംസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ ഇദ്ദേഹം പുസ്തകം എഴുതിയപ്പോൾ ഞാൻ ഇദ്ദേഹമായിരുന്നല്ലോ അന്ന് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അന്നത്തെ മീറ്റിങ്ങിലുണ്ടായിരുന്ന ഒരു കർദിനാള് ക്ലീമീസ് പിതാവും മറ്റേത് ആലഞ്ചേരി പിതാവും നാട്ടിൽ നിന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെ അഭിപ്രായം ഇദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ഞാൻ ചേർന്നു. അപ്പോൾ ഇദ്ദേഹം പുസ്തകം വന്നപ്പോഴേ പറഞ്ഞു, 2-3 ദിവസം എൻ്റെ തന്നേരും, ഞാൻ പോകുമ്പോൾ പുള്ളിക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ അവിടെ ഈ പുള്ളി പോയി കൊടുത്തിട്ട് തിരിച്ചു വന്നു. അതിൻ്റെ പടമൊക്കെ എനിക്ക് തന്നു, പുള്ളി ഈ പുസ്തകം കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ഇതെല്ലാം പുള്ളി കിട്ടിക്കഴിഞ്ഞപ്പം പുള്ളി എന്ന് പറയാ, പാപ്പ ഇതെല്ലാം മലയാളമാണല്ലോ. വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് ചോദിച്ചു, പുള്ളിയോട് ചോദിച്ചേ, ഇവിടെ ഇതിൽ എഴുതിയിരിക്കുന്നതൊക്കെ സത്യമാണ്. അപ്പൊ പുള്ളി തമാശക്കാരനാ പറഞ്ഞു, എല്ലാം വളരെ സത്യം. അപ്പം ഈ പുള്ളിയുടെ അടുത്ത മറുപടിയാ, താനത്ര ഉറപ്പ് പറയുമ്പോഴാണ് എനിക്ക് സംശയം. കാരണം ഈ നർമ്മം എന്ന് പറയുന്നത് അതൊരു വലിയ ഗുണമാണ്. നമ്മളിപ്പോൾ പറയുന്നത് നേതാക്കന്മാർക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം മസിൽ പിടിക്കാതെ നർമ്മം പറയുക. താനിത് ഉറപ്പ് പറയുമ്പോഴാ എനിക്ക് ശരിയായി സംശയം വരുന്നത്. ചർച്ച ചെയ്ത വിഷയങ്ങളെക്കാൾ ഉപരിയായിട്ട് എന്നെ സ്പർശിച്ചത് ഈ മനുഷ്യനാണ്. അദ്ദേഹം ഫ്രാൻസിസ് എന്നുള്ള പേര് സ്വീകരിക്കാനുള്ള ഒരു കാരണം ഉണ്ടല്ലോ. ഉണ്ട്. അസീസി അല്ലെ, അസീസിയിലെ ഫ്രാൻസിസ്. അതിന്റെ ഒരു കൊണോട്ടേഷൻ എന്താ സത്യത്തിൽ ഈ പേരിലേക്ക് പുള്ളി എത്തിപ്പെടാൻ? കാരണം പുള്ളിക്ക് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള പെട്ടെന്നുള്ള തോന്നലൊന്നും ഉണ്ടാവില്ല, ഒരു കർദിനാൾമാർക്കും ഉണ്ടാവില്ല, ഞാനായിരിക്കും എന്നുള്ള. അപ്പൊ ഈ പേര് പെട്ടെന്ന് തീരുമാനിക്കുമ്പോൾ അതിന്റെ പിന്നിലൊരു കാരണവും അതിലേക്കൊരു കൊണോട്ടേഷൻ ഉണ്ടാവുമല്ലോ, അതെന്തായിരുന്നു? അത് രസകരമാണ്. ഇതല്ല, അതായത് നമ്മള് ഈ ശരിക്കും പറഞ്ഞാല് ഏതൊരു മിസ്റ്റിസിസത്തിന്റെയും അടിസ്ഥാന ഒരു ചിന്തയുണ്ട്. അതായത് വി മസ്റ്റ് ബി ഓപ്പൺ ടു ദ റിയാലിറ്റീസ് അറൗണ്ട്. അതായത് ദൈവം, ഈ മിസ്റ്റിസിസം, അതിപ്പം ക്രിസ്ത്യൻ മിസ്റ്റിസം ആണെങ്കിലും ഹിന്ദു മിസ്റ്റിസം ആണെങ്കിലും ബുദ്ധിസ്റ്റ് സെൻ പാരമ്പര്യമാണേലും ദൈവം എന്ന് പറയുന്നതോ ഈശ്വരൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ജീവചൈതന്യം എന്ന് പറയുന്ന എന്ത് പേര് വേണേ വിളിച്ചോട്ടെ, അത് എന്നിൽ മാത്രമല്ല, എൻ്റെ മുമ്പിലിരിക്കുന്ന ആളിൽ മാത്രമല്ല, എൻ്റെ ചുറ്റിലും ഈ പ്രപഞ്ചത്തിലാകമാനം എവിടെയൊക്കെ ജീവനും സാധ്യതകളും ഉണ്ടോ അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ്. അതിലേക്കൊരു തുറവി ഉണ്ടായിരിക്കുന്നിടത്താണ് ഇതിനെ മൈൻഡ്ഫുൾനെസ് നിറവ് മൈൻഡ്ഫുൾനെസ്. അത് ശരിക്കും പറഞ്ഞാൽ വിയറ്റ്നാമിലെ സെൻ മാഷാണ് ഇതിൻ്റെ ഒരു ആചാര്യൻ, മരിച്ചുപോയി 2 വർഷം മുമ്പ്. ആ ഒരു മൈൻഡ്ഫുൾനെസ്, അതായത് നമ്മൾ ആയിരിക്കുന്ന ഇടത്തിൽ മുഴുവനായിട്ടായിരിക്കുക, നമ്മുടെ മനസ്സും ബുദ്ധിയും ജീവനും ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഈ ഓപ്പൺനെസ്സാണ്, തുറവിയാണ്. അപ്പം ഈ തുറവി ഞാൻ പറഞ്ഞപ്പോഴും അതിലേക്ക് വന്നതെന്ന് അസീസി. അപ്പം ഈ ഒരു തുറവി എന്ന് പറയുന്നതിൻ്റെ ഒരു സാധ്യത, ഒരു ചൈതന്യം, ജീവചൈതന്യം പ്രവർത്തിക്കുന്നത് എന്നിലൂടെ മാത്രമല്ല,
എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതിൻ്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിയാൻ മാത്രം ഞാൻ റിസപ്റ്റീവ് ആകുന്നിടത്താണ് ഇതിൻ്റെ ഒരു നിറവ്. അതായത് പാത്രം തുറന്നായിരിക്കുക, എത്രമാത്രം തുറവിയുണ്ടോ അത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും. അതാണ് ആ ഒരു തുറവി. അപ്പൊ ഈ മനുഷ്യൻ, അതായത് മനുഷ്യൻ ആത്മീയനാകുമ്പോൾ, അല്ലെങ്കിൽ അതിനെന്ത് പദം വേണേലും വെക്കോ, അതൊരു സ്പിരിച്വൽ ടൈം ഉപയോഗിക്കണമെന്നില്ല, സംഭവിക്കുന്നത് ഈ ഒരു തുറവി വളർന്നു വരും. അത് ബുദ്ധനിൽ സംഭവിച്ചിട്ടുണ്ട്, അത് വേറെ ആചാര്യന്മാരിൽ എല്ലാം സംഭവിച്ചിട്ടുണ്ട്. അതിവിടെ കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് സംഭവിച്ചത് ശ്രീനാരായണ ഗുരുവിലാണ്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ, അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അത് മറ്റാരും സ്വീകരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല, ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ബോബി അച്ഛനിലൂടെയാണ്. കട്ടിക്കാട് ഞാൻ ഒരു ഓപ്പൺനെസ്, ഈ ഒരു ജീവചൈതന്യത്തോടുള്ള തുറവിയ അത് ഈ മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ അതുകൊണ്ടാണ് ഇവര് ഈ 2/3 ഭൂരിപക്ഷം വേണം പോപ്പാവാൻ. 2/3 ഭൂരിപക്ഷം ആയപ്പോൾ ഇദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരുന്നത് ബ്രസീലിലെ ഒരു കർദിനാൾ ഹ്യൂമാണ്. ഒരു സുഹൃത്തുക്കളാണ്, കാരണം തെക്കേ അമേരിക്കയിലെ മെത്രാന്മാരുടെ അസോസിയേഷൻ ഉണ്ട്, അതിന്റെ പ്രസിഡന്റ് ആയിരുന്നു 2 പ്രാവശ്യം ഹോർഹെ ബെർഗോളിയോ. അപ്പം ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇയാള് ബ്രസീലിലെ കാർഡിനലാണ്. അപ്പൊ ഇയാള് തൊട്ടടുത്തിരിപ്പുണ്ട്. ഇയാളുടെ കയ്യെ പിടിച്ച് ചെവിയെ പറഞ്ഞു, പാവങ്ങളെ മറക്കരുത്. അപ്പോൾ ഇയാൾ തന്നെ പിന്നീട് പറയുന്നതാ, ഹ്യൂം എന്നോട് പറഞ്ഞു പാവങ്ങളെ മറക്കരുത്. അപ്പോഴാണ് അസീസിയിലെ ഫ്രാൻസിസ് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നത്. കാരണം പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അസീസിയിലെ ഫ്രാൻസിസാണ്. കാരണം 2ാം ക്രിസ്തു എന്നാണ് ഫ്രാൻസിസ് അസീസിയെ വിളിക്കുന്നത്. അതാ ഇയാളുടെ അതുകൊണ്ടാണ് പക്ഷെ ഇയാള് പേര് അവിടെ, ഇയാള് ബാൽക്കണിയിലേക്ക് പുക വന്നു, ബാൽക്കണി തുറന്നു, ഇയാൾ ഇറങ്ങി വരുമ്പോൾ ഇയാളുടെ പഴയ പേര് പറഞ്ഞിട്ട് പുതിയ പേര് പറയും. ഇയാളുടെ പുതിയ പേര് ഫ്രാൻസിസ് എന്ന് പറഞ്ഞപ്പം കേൾക്കുന്നവർ, അവിടെ നിന്നവരും മീഡിയയിലുള്ള കേൾക്കുന്ന ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത് ഫ്രാൻസിസ് ഒത്തിരി പേരുണ്ട് കത്തോലിക്ക പാരമ്പര്യത്തിൽ. ഫ്രാൻസിസ് സാലസ് ഉണ്ട്, പിന്നെ ഞാൻ പറഞ്ഞ ഒത്തിരി ഫ്രാൻസിസുമാരുണ്ട്. അപ്പം ഈ അസീസി ആണോ എന്ന് ആർക്കും ഉറപ്പില്ല, പലരും പറഞ്ഞ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീടാണ് ഇയാൾ ഇത് വിശദീകരിക്കുന്നത്. അപ്പോഴാണ് അസീസിയിലെ ഫ്രാൻസിസ് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നത്. അത് ക്ലാസിക്കൽ. അതുകൊണ്ട് കാരണം അസീസിയിലെ ഫ്രാൻസിസ് നല്ല ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് ആ പേര് പാവങ്ങൾ എന്ന് പറഞ്ഞപ്പം പുള്ളിയുടെ മനസ്സിലേക്ക് ഇത് വരാനുള്ള കാരണം, ഒന്ന് അസീസിയിലെ ഫ്രാൻസിസ് അവിടുത്തെ പ്രഭുവിന്റെ മകനായിരുന്നു. അസീസിയിലെ അതിന്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിച്ചവനാ. കാശിന് കാശ്, വെള്ളത്തിന് വെള്ളം, ആഘോഷത്തിന് ആഘോഷം, പിന്നെ ബാക്കി ലൗകികതയുടെ എല്ലാം. ഇപ്പൊ ഞാനതെല്ലാം പരത്തി പറയേണ്ട കാര്യം. അങ്ങ് യുദ്ധത്തിന് പോയിട്ടുണ്ട്. യുദ്ധത്തിൽ പട്ടാളക്കാർ കാണിക്കാവുന്ന കുശൃതികളെല്ലാം ഇവനും കാണിച്ചത്. അങ്ങനെ നിന്നവനാണ് ഒരു സുപ്രഭാതത്തില് ഇതെല്ലാം വിട്ടിട്ട്, ഇയാളുടെ വലിയ ജൗളിക്കടയായിരുന്നു, അതെല്ലാം എടുത്ത് പാവങ്ങൾക്ക് കൊടുക്കുന്നു. അവസാനം ഇതിന് വിചാരണ ചെയ്യപ്പെടാൻ ഇവൻ ധൂർത്തനായി. ഇതിനെ ധൂർത്തെന്ന അപ്പൻ പ്രഭു പറയുന്നത്. അന്നത്തെ കോടതിയും അന്നത്തെ വക്കീലും അന്നത്തെ വിധികർത്താവും എല്ലാം മെത്രാനാണ്. മെത്രാന്റെ അടുത്തേക്ക് കേസ് പോയി. മെത്രാൻ വാദിയെയും പ്രതിയെയും വിളിച്ചു. വാദി അപ്പൻ, പ്രതി മകൻ ഫ്രാൻസിസ്. അപ്പോൾ വാദി ഇവന്റെ കുറ്റങ്ങളെല്ലാം പറഞ്ഞു. ഇവൻ അപ്പന്റെ പിതൃസ്വത്തുകൾ മുഴുവൻ ദുർവ്യയം ചെയ്യുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ മകൻ ഫ്രാൻസിസ് പറഞ്ഞു, സത്യമാണ്, ദുർവ്യയം ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് ഈ അപ്പൻ്റെ പിതൃസ്വത്തില് ഒന്നും എനിക്ക് വേണ്ട. അപ്പം ഭീഷണിപ്പെടുത്തിയായിരുന്നു, പിതൃസ്വത്തിൽ ഒരു അവകാശവും ഇവന് നിനക്ക് തരികയല്ലടാ, പിതൃസ്വത്തിൽ ഒരു അവകാശം ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉടുത്തിരുന്ന ഈ ഉടുപ്പ് അതേപടി ഊരുക, എല്ലാം ഊരി അവിടെ വെക്കുക. ഇതും അപ്പൻ്റെയാണ്, ഇതൂടെ ഇവിടെ ഇരുന്നു ഇത് കണ്ടോണ്ട്. കാരണം ഇവിടെ കോടതിയാ, കോടതിയാ, അത് മെത്രാൻ മന്ദിരത്തിലെ കോടതി നടക്കുക, വിചാരണ നടക്കുക. അയാൾ അധ്യക്ഷൻ ജഡ്ജാണ്. അയാൾ നോക്കുമ്പോൾ മനുഷ്യരെല്ലാം കണ്ടു, ഇയാൾ തുണിയില്ലാതെ നിൽക്കുകയാണ്. ഇയാൾ ഉടനെ തന്നെ ഇത് കസന്തസാക്കി സൗകര്യം, ഇയാൾ ഉടനെ തന്നെ ഇയാളുടെ പുറംകുപ്പായി എടുത്തുകൊണ്ട് ഇവനെ കൊണ്ടുപോയി മൂടി, കാരണം നഗ്നനായിട്ട് നിൽക്കുക. അങ്ങനെയാണ് അവിടുന്ന് ഫ്രാൻസിസ്. അപ്പം ദരിദ്രനായത് എല്ലാം ഉപേക്ഷിച്ച്, ഉടുതുണി പോലും ഉപേക്ഷിച്ച് ദരിദ്രനായ ഫ്രാൻസിസ് ആണ് മനസ്സിലേക്ക് വന്നത്. അതിന്റെ കൂടെ ഞാൻ ചോദിക്കട്ടെ, ദരിദ്രയാണെന്നാ പറയുന്നത്, സഭയെ എപ്പോഴും സ്ത്രീ ആയിട്ടാ കാണുന്നത്. അതെന്താണ് അതിന്റെ അത് എനിക്ക് പുതുമയായിട്ട് തോന്നി. അതെന്ന് പറഞ്ഞാല് ഒന്ന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ക്രിസ്തുവിനെ മണവാളനായിട്ടും ഭർത്താവായിട്ടും കാണുന്ന ഒരു ക്രൈസ്തവ പാരമ്പര്യം ആദ്യം മുതലുണ്ട്. ആ ക്രിസ്തുവിൻ്റെ ഭാര്യ മണവാട്ടി എന്ന് പറയുന്നത് സഭയാണ് എന്ന ചിന്ത വരുന്നു.
ഇത് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിന് മുമ്പ് തന്നെ ഇതുണ്ടായിരുന്നു. ദൈവം എന്ന് പറയുന്നത് അത് ഓൾഡ് ടെസ്റ്റ് പഴയ നിയമമാണ്. പഴയ നിയമത്തിൽ ദൈവത്തെ, കാരണം പുരുഷ മേധാവിത്വമുള്ള സമൂഹങ്ങളിലെല്ലാം ദൈവം പുരുഷനായിരിക്കുമല്ലോ, സ്ത്രീയാകാൻ പാടില്ല. അങ്ങനെ ആലോചിക്കുന്ന പോലും ഇല്ല. അതാണ് അത് ഇപ്പം ബോബി മാറ്റി പറയുന്നു. ബോബിയൊക്കെ അങ്ങനെയുള്ളവർ പറയുന്നുണ്ട് ദൈവം അമ്മയാണ്, അപ്പം മാത്രമല്ല അമ്മയാണ്. അപ്പൊ അതങ്ങനെ ദൈവം അപ്പനാണ്, പുരുഷനാണ് എന്ന ചിന്താഗതി ഈ പഴയ നിയമ പശ്ചാത്തലങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറി വന്നതാണ് ദൈവജനമാണ് ഈ പറയുന്ന ദൈവത്തിന്റെ മണവാട്ടി. ദൈവജനം എന്ന് പറയുന്നത് മൊത്തം വിശ്വാസികൾ. അത് പണ്ട് തന്നെ കിടപ്പുണ്ട്. ഇത് ജീസസിലേക്ക് വരുമ്പോൾ, സഭ ഔദ്യോഗികമായിട്ട് കയറി വരുമ്പോൾ ജീസസ് ഈ മണവാളിന്റെ റോളിലേക്ക് വരും. ഈ പറയുന്ന സഭ എന്ന് പറയുന്ന വിശ്വാസികളുടെ കൂട്ടം മണവാട്ടിയായിട്ട് വരും. പിന്നെ ഇതിനകത്തെ ഈ പദങ്ങൾ പോലും ഫെമിനിനാണ്. അതിന് ഈ ചർച്ചിന് വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾ പോലും അതും അങ്ങനെ ഒരു ചിന്തയുണ്ട്. മനില ചോദിച്ചത് ഇതാണോ കൃത്യം? അതെ, ഞാൻ ഇതിൽ അച്ഛൻ തന്നെ ഈ ലേഖനത്തിൽ പറഞ്ഞെടുത്തൊക്കെ സഭയെ റെഫർ ചെയ്യുന്നത് അവൾ എന്നുള്ള രീതിയിലാണ്. അതങ്ങനെ തന്നെയാ കാണുന്നത്. അപ്പൊ പിന്നെ നമ്മൾ പുറത്തു നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ കന്യാസ്ത്രീകളെ മണവാട്ടിമാർന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. മറ്റേത് പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു. അതാ. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം കൂടെ ഓർക്കണം. അതായത് ഇവിടെ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ഹൈന്ദവ പാരമ്പര്യത്തിൽ ഇത് കിടപ്പുണ്ട്. ഹൈന്ദവ പാരമ്പര്യത്തില് നമ്മള് ഈ അന്വേഷകൻ അല്ലെ സാധകൻ ഇപ്പൊ ദൈവം എന്ന് പറയുന്ന സങ്കല്പം നിൽക്കുന്നു, ഈശ്വരൻ നിൽക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത പെണ്ണ. ഈ കൃഷ്ണന്റെ ഈ പറയുന്ന സങ്കല്പത്തില് ഈ കൃഷ്ണന്റെ ആരാധികരമായിട്ട് വരുന്ന എല്ലാം പെണ്ണുങ്ങളെന്നുള്ള സങ്കല്പമല്ല, അതിനപ്പുറത്തൊരു സ്പിരിച്വലായ ഡയമെൻഷൻ ഉണ്ട്. ഈ ഭക്തിയിൽ ലയിക്കുന്നവരെല്ലാം ഫെമിനിൻ ക്യാരക്ടറാണ് വരുന്നത്. അത് ഇപ്പം ബോബി ആവർത്തിച്ച് പറയുന്നുണ്ട്. ആത്മീയതയിൽ വളർന്നു വന്നാൽ അവസാനം ശ്രൈണഭാവങ്ങൾ കൂടി വരുമെന്ന്. അപ്പൊ അതാണ് ചോദിച്ചതായെങ്കിൽ പോപ്പ് സ്ഥാനം ഏറ്റെടുത്ത സമയത്ത് തന്നെ പറയുന്നത് ഞാൻ പാപിയാണ് എന്ന് പറയുന്നു. ഈ പാപം എന്നുള്ള കൺസെപ്റ്റേ ഈ ബിബ്ലിക്കൽ ഇതിനകത്ത് വലിയൊരു കൺസെപ്റ്റ് ആണല്ലോ, മനുഷ്യന്റെ പാപം എന്ന് പറയുന്നത്. ആ പാപവിമോചനത്തിന് വേണ്ടിയാണല്ലോ കർത്താവ് അവതരിച്ചത് പോലും, അല്ലേ? പിന്നെയുണ്ട് ഇല്ലേ അങ്ങനത്തെ ഒരുപാട്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്നുണ്ട്. ഞാൻ പാപിയാണ് എന്ന് ഒരു പോപ്പ് സഭാ നേതാവ് പറയുമ്പോൾ അത് എന്തിനെയൊക്കെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒന്ന്, അദ്ദേഹം ഇതിനകത്ത് ഒരു വേർതിരിച്ച് കാണേണ്ട ഒരു കാര്യം, പരമ്പരാഗത രീതിയിൽ പാപിയാണ് എന്ന് പറയുന്ന സങ്കല്പത്തെ ജീസസ് മാറ്റിമറിക്കുന്നുണ്ട്. അത് നമ്മൾ പലപ്പോഴും മതങ്ങൾ അത് മറന്നു പോകുന്ന. അതുകൊണ്ടാണ് ജീസസ് ഏറ്റവും വലിയ പാപത്തിൽ ചെയ്തിട്ട് പിടിക്കപ്പെട്ടു വന്ന സ്ത്രീയുടെ വെച്ചുകൊണ്ടാണ് പറയുന്നത്. അതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, വ്യഭിചാരമാണ് കുറ്റം. ഈ വ്യഭിചാരം ചെയ്ത സ്ത്രീയെ പിടിച്ചുകൊണ്ട് അന്നത്തെ മത നേതൃത്വമാണ് കൊണ്ടുവരുന്നത്. അവര് പറഞ്ഞു, ഇവളെ ഞങ്ങള് വ്യഭിചാരമെന്ന ആക്റ്റില് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിടിച്ചതാന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വ്യഭിചാരം ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. മറ്റേ ആളെന്തി ഒരു പുരുഷൻ വേണമല്ലോ. അപ്പൊ അത് ഒരു പുരുഷ മേധാവിത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ ഏറ്റവും വികൃതമായ മുഖമായി നിങ്ങൾ ഇവളെ വ്യഭിചാരത്തിൽ ആ പ്രവൃത്തിയിൽ പിടിച്ചോണ്ട് വരിക, നീ പറ്റിയാളെന്ന്. അപ്പൊ അതവർക്ക് കൺസേൺ അല്ല, അവരുടെ താല്പര്യത്തിൽ പെടുന്ന, മതത്തിന്റെ താല്പര്യത്തിൽ അത് പെടുന്നില്ല. പുരുഷൻ അധികാരത്തിലിരിക്കുമ്പോൾ പെടുന്നില്ല. അപ്പോഴാണ് ഈശോ പറയുന്നത്, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. പുള്ളി പ്രസ്താവന പറഞ്ഞു. അമാരല്ല, ഈ പാപം എന്ന് പറയുന്നത് ആ കോണ്ടെക്സ്റ്റ് വളരെ കൃത്യമായിട്ട് സെക്ഷുവൽ പാപം തന്നെയാണ്. പിന്നെ പാപത്തിലാണല്ലോ പിടിക്കപ്പെട്ടു വന്നേ. വീണ്ടും ഇയാൾ പറയുന്നു പാപം ചെയ്യാത്തവൻ. അപ്പൊ സംഭവിക്കുന്ന എന്താണ്? അവന്മാരെല്ലാം കല്ല് താഴെ ഇട്ടിട്ട് പോവുക. അതിന്റെ അർത്ഥം എന്നാ? എല്ലാവരും ഇവന്മാരെല്ലാം ഈ പണി ചെയ്തിട്ട് നിൽക്കുന്നവനാണ്. എന്നിട്ട് പുള്ളി ആവർത്തിച്ച് പല സന്ദർഭങ്ങളിൽ സുവിശേഷങ്ങളിൽ പറയുന്നുണ്ട്, ചുങ്കക്കാരും പാപികളും നിങ്ങൾക്ക് മുമ്പ് ദൈവരാജ്യത്തെ, അതായത് ഇപ്പോൾ മതത്തിന്റെ തലപ്പത്തിരിക്കുന്ന പുരോഹിതന്മാരോടും വേദപണ്ഡിതന്മാരോടും മതാധികാരികളോടും പറയുന്നേടാ, നിങ്ങളെക്കാളും വിശുദ്ധര്, നിങ്ങൾ പാപികളാണെന്ന് കരുതുന്ന ഇവര്. അപ്പൊ ഈ പാപസങ്കല്പം തന്നെ ജീസസ് തകിടം മറിക്കുന്നു. നമ്മൾ കാണുന്ന പാപികളല്ല. ഇപ്പൊ പോപ്പ് പറഞ്ഞത് ഞാൻ പാപിയായ മനുഷ്യനാണ്. അത് ശരിക്കും പറഞ്ഞ ആദ്യത്തെ ഇന്റർവ്യൂയിലായിരുന്നു. അന്റോണിയോസ് പദാരോയാ അത് നടത്തുമ്പോഴാണ് പുള്ളിയോട് ചോദിച്ചത്. ജെസ്യൂട്ട് ഫാദറായി അന്റോണിയോസ് പദാരോ. അപ്പോൾ അയാൾ
ഇയാൾക്ക് ജസ്യൂട്ട് ആയതുകൊണ്ട് ആ ഇന്റർവ്യൂവിനൊക്കെ അനുവാദം കിട്ടിയത്, അല്ലെ ആദ്യം ഒന്നും കിട്ടുക. അപ്പോൾ കിട്ടിച്ചെന്ന് ഇയാൾ അതിന് വിവരിക്കുന്നുണ്ട്. കയറി ചെല്ലുന്ന നോക്കുമ്പോൾ ഇയാൾ സ്വീകരിച്ചിരുത്തിയിട്ട് ആദ്യത്തെ ഒരു ചോദ്യം ചോദിക്കുന്നതാണ്, ആരാണ് ഈ ഹോർഹെ ബെർഗോളിയോ? ഇയാളുടെ പേര് വിളിച്ച പോപ്പല്ല, പോപ്പായിട്ടിരിക്കുന്നവനോടാ ചോദിക്കുന്നത്. പോപ്പ് ഫ്രാൻസിസ് നല്ല ചോദിക്കുന്നത്, ആരാണ് ഈ ഹോർഹെ ബെർഗോളിയോ എന്ന് പറഞ്ഞാൽ താൻ ആരാടോ? ഇതാ ചോദ്യം. ചോദിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അയാൾ വിവരിക്കുക. ഈ ചോദ്യം കേട്ടപ്പം പോപ്പ് ഒന്ന് മൗനിയായി, ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാൾ അന്റോണിയോ പറയുന്നുണ്ട്, ഞാൻ ഒന്നുകൂടെ ചോദ്യം ആവർത്തിക്കണോ? പുള്ളി പറഞ്ഞു വേണ്ടാന്ന് കൈ കാണിച്ചു, വേണ്ട, ചോദ്യം മനസ്സിലായി. എന്നിട്ട് അയാൾ പറഞ്ഞു തുടങ്ങുന്നത്, ഞാൻ പാപിയായ മനുഷ്യനാണ്. എന്നിട്ട് വീണ്ടും കൂട്ടിച്ചേർക്കുന്നുണ്ട്, കർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവം, കർത്താവ് കാരുണ്യപൂർവ്വം തൃക്കൺ പാർത്ത പാപിയായ മനുഷ്യനാണ് ഞാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ അയാളുടെ പേഴ്സണൽ ഹിസ്റ്ററിയാണ്. അതായത് ഇയാൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം അവിടെ നാഷണൽ ഹോളിഡേ അർജന്റീനയിൽ. അന്ന് വിദ്യാർത്ഥികളെല്ലാം കൂടി ഒരു പിക്നിക്കിന് പോകാൻ തീരുമാനിച്ചു. ഇയാൾക്ക് ഗേൾഫ്രണ്ട്, പതിവ് പോലെ എല്ലാവർക്കും അവിടെ ഗേൾഫ്രണ്ട്, നമ്മുടെ നാട്ടിൽ മാത്രമേ ഈ പ്രസ്ഥാനം ഇല്ലാതെ ഗേൾഫ്രണ്ട് ഉള്ള കാലം ചെറുപ്പക്കാർ ഒരുമിച്ച് പഠിക്കുന്നു, ഗേൾഫ്രണ്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് അവരുമായിട്ട് അവരെ കണ്ടുമുട്ടാനോ സംസാരിക്കാനോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല ആരും, പക്ഷെ അതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടുന്ന് എല്ലാവരും കൂടെ കയറി പോകാനായിട്ട് പോകുന്ന വഴിക്കാണ് ബസലിക്കായുടെ പള്ളിയുടെ വാതിൽക്കൂടെ പോകേണ്ടി വന്നു. അപ്പോൾ ഇയാൾക്ക് ഉള്ളിൽ തോന്നി പള്ളിയിലൊന്ന് കയറിയേക്കാം. അപ്പോൾ ഇയാൾ പള്ളി കയറിയപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു വൈദികൻ ഈ കുംസാരിപ്പിക്കുന്ന കുംസാരക്കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഈ പുള്ളിക്കൊന്ന് തോന്നി അതൊന്ന് കുംസാരിച്ചിട്ട് പോയിക്കളയാം. ഇദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ കുമ്പസാരിച്ചു, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു വൈദികൻ കുമ്പസാരിച്ചപ്പോൾ കർത്താവിൻ്റെ കാരുണ്യം എന്നിലേക്ക് വന്ന് നിറയുന്ന പോലെ. അന്ന് സെപ്റ്റംബർ 21, ഇന്നത്രയാ തീയതി? ഇന്ന് സെപ്റ്റംബർ 22. ഇന്നലെയായിരുന്നു സെപ്റ്റംബർ 21. അത് കാത്തലിക് സർക്കിളിൽ സെയിൻറ്റ് മാത്യുവിൻ്റെ ഫീസ്റ്റാണ്. സെയിൻറ്റ് മാത്യു 4 സുവിശേഷങ്ങൾ എഴുതിയ ഒരുത്തൻ, സെയിൻറ്റ് മാത്യു. ഇയാളുടെ ആദ്യത്തെ അപ്പോസ്തലന്മാരിൽ ഒരുത്തൻ. ഇയാള് ചുങ്കസ്ഥലത്തിരിക്കുമ്പോഴാണ് ജീസസ് ഇയാളെ വിളിക്കുന്നത് ഇങ്ങനെ. അപ്പൊ എന്നിട്ട് അത് ഈ മാത്യുവിന്റെ ഫീസ്റ്റ് ഡേ ആയിരുന്നു. അന്നാണ് ഇയാൾക്ക് ഈ ഒരു സ്പിരിച്വൽ ഒരു അനുഭവം ഉണ്ടാകുന്നത്, ദൈവവിളി എന്നൊക്കെ പറയാം. ഇദ്ദേഹം പേരൊന്നും അദ്ദേഹം പറയുന്നില്ല. എൻ്റെ ആ കർത്താവിന്റെ കാരുണ്യം വന്ന് നിറയുന്ന പോലെ അന്നാണ് പുള്ളി പറയുന്നുണ്ട്, എനിക്ക് തോന്നിയത് ഞാൻ ഈ ഒരു രീതിയിലേക്ക് വരണമെന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഒരു ഫോളോ അപ്പ് രസകരം. അത് വെച്ച അയാൾ പറയുന്നത്, ഞാൻ പാപിയായ മനുഷ്യനാണ്, കർത്താവ് കാരുണ്യപൂർവ്വം തൃക്കൺ പാർത്ത പാപിയായ മനുഷ്യനാണ്. ഇദ്ദേഹം ഇതിന് ശേഷം ഈ പ്രൊവിൻഷ്യലായിരിക്കുമ്പോഴും മെത്രാനായിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് റോമിൽ വരേണ്ട കാര്യമുണ്ട്, പല മീറ്റിങ്ങുകൾക്ക് വരുമ്പോഴെല്ലാം വിയാദല്ല സ്കോർഫെ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട്, എല്ലാ സ്ട്രീറ്റിനും അവിടെ പേരുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു സ്ഥലത്ത് അയാൾ താമസിക്കുന്നത്. അതിന് കാരണം പുള്ളി പറയുന്നുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ മധ്യകാലഘട്ടങ്ങളിലെ പ്രശസ്തനായ ഒരു ചിത്രകാരനുണ്ട്, കരവാജിയോ. അയാൾ വരച്ച ഈ മത്തായിയ ഈശോ വിളിക്കുന്ന ഒരു പെയിന്റിങ് അതവിടെ വെച്ചിരിക്കുന്നു. ഈ പുള്ളി പറയുന്നത്, ഞാൻ പള്ളിയിൽ പോയിട്ട് ഈ ചിത്രം നോക്കി അങ്ങനെ ഇരിക്കും. ചിത്രത്തിൽ നോക്കുമ്പോൾ ജീസസ് കൈ ചൂണ്ടി ഇങ്ങനെ മത്തായിയെ വിളിക്കുന്നതായിട്ടുണ്ട്. മത്തായി ചുങ്കക്കാരനാണ്, കാശ് പിരിച്ച കാശ് ഈ പണസഞ്ചിയിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, ഞാനിത് വിടുകയല്ലെന്ന മട്ടില്. അപ്പോഴാണ് ഈ ഒരു സന്ദർഭത്തെ കുറിച്ച് മത്തായി എഴുതിയിരിക്കുന്നതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബീഡ് എന്ന് പറയുന്ന വിശുദ്ധനായ മനുഷ്യൻ, വെനറബിൾ ബീഡ്, അദ്ദേഹം ഒരു വിശുദ്ധനാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു സാധനമുണ്ട്, അവൻ കരുണ തോന്നി എന്നെ വിളിച്ചു. ഇയാൾ മെത്രാനാകുമ്പോൾ ഒരു ആപ്തവാക്യം സ്വീകരിക്കണം, മോട്ടോ. അത് ഈ പുള്ളി എടുത്തത് ബീഡ് എഴുതിയ ഈ കുറിപ്പ, കരുണ തോന്നി എന്നെ വിളിച്ചു. അതുകൊണ്ടായി ഈ പുള്ളി എന്നോ ആ പള്ളിയിലുണ്ടായ എന്തോ ഒരു അനുഭവം, മത്തായിയുടെ തിരുനാളായിരുന്നു, ഫീസ്റ്റ് സെപ്റ്റംബർ. ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ട് ഈ മനുഷ്യൻ. അതുകൊണ്ട് നമ്മൾ അത് വരുമ്പോഴെല്ലാം ഇതിന്റെ പടത്തിന്റെ മുമ്പിൽ പോയിരുന്ന് ഇത് പഴയ ഓർമ്മ. അപ്പൊ ഞാൻ പറയുന്നത്, അതുകൊണ്ടാണ് ഇത്രയും ഒരു പേഴ്സണൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അയാൾ പറയുന്നത്, ഞാൻ പാപിയായ മനുഷ്യനാണ്, കർത്താവ് കരുണാപൂർവം കൈനീട്ടി വിളിച്ച പാപിയായ മനുഷ്യനാണ് ഞാൻ. പോപ്പ് ഫ്രാൻസിസായി മാറി. അതിനുശേഷം ഈ പറയുന്ന പോലെ ഡിഫറെന്റ് ആയ ഒരു മനുഷ്യൻ വരുന്നു. അതെ, അദ്ദേഹം ദരിദ്രർക്ക് വേണ്ടി സംസാരിക്കണമെന്ന് ആദ്യമേ പറയുന്നു. ആദ്യം പോകുന്നത് അഭയാർത്ഥികളുടെ, ആഫ്രിക്കൻ അഭയാർത്ഥികളുടെ അടുത്തേക്ക്. അവിടെ അച്ഛൻ തന്നെ എഴുതിയിട്ടുണ്ട്,
ഏറ്റവും ഒടുവിലെത്തേതിനൊപ്പം നിൽക്കുക എന്നുള്ളത് അതെ. അതൊരു വലിയ സങ്കല്പ. അത് ജനാധിപത്യത്തിന്റെ സങ്കല്പമാണ്, സോഷ്യലിസത്തിന്റെ സങ്കല്പമാണ്, മാർക്സിസത്തിന്റെ സങ്കല്പമാണ്. ഏറ്റവും പതിതരായ മനുഷ്യർക്കൊപ്പമായിരിക്കണം നിൽക്കുക എന്നുള്ള ആ സങ്കല്പം. അതിലേക്ക് അങ്ങ് എടുത്ത് പോകുന്ന ഒരു പോപ്പിനെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. പോപ്പ് മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉള്ള ഒരാളാണെന്നുള്ള വ്യാഖ്യാനം ലോകം മുഴുവൻ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തുടർന്നും ചെയ്യാനായിട്ട് പോപ്പിന് പൂർണ്ണമായിട്ടും സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അതായത് ഈ പോപ്പ് ഫ്രാൻസിസ് ഇപ്പം മനില ചോദിച്ച ഈ പാവങ്ങളുടെ പക്ഷത്തേക്ക് സഭ മാറണം എന്നുള്ള ആ ഒരു നിലപാടിന്റെ കാര്യം മാത്രമാണ് ചോദിച്ചത്. ആ നിലപാടിന്റെ കാര്യം ഞാൻ മാത്രം പറയുമ്പോഴും ഒരു പൊതു തത്വം പറയാനുള്ളത്, പുള്ളി ആഗ്രഹിച്ച രീതി മാറ്റങ്ങള് ഈ പാവങ്ങളുടെ പക്ഷം ചേരലിൽ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഉദ്ദേശ രീതിയിൽ നടത്താൻ പറ്റിയിട്ടില്ല. അപ്പൊ ഈ പാവങ്ങളുടെ പക്ഷം ചേരലാണേൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇദ്ദേഹം ലളിത ജീവിതത്തിലേക്ക് മാറി. അതായത് പേപ്പൽ പാലസിൽ താമസിക്കുന്നില്ല എന്ന് ഓർക്കണം. വലിയ ബംഗ്ലാവാണ്, പഴയ റോമൻ സാമ്രാജ്യത്തിൽ സാധനം താമസിക്കുന്നില്ല. അപ്പോൾ സാധാരണ അച്ഛന്മാരും അതൊക്കെ താമസിക്കുന്ന ഒരു എന്നാ പറയുന്നത് ഹോട്ടൽ പോലുള്ള സാധനം, ആ കാസ സാന്താ മാർത്ത, അവിടെയാണ് ഞാനും പോയത്. അപ്പൊ അതിനകത്ത് സാധാരണ മറ്റൊരാൾ താമസിക്കുന്ന ഒരു മുറി പുള്ളി എടുത്തു. അപ്പോൾ അവിടെ തന്നെയായിരുന്നു നമ്മുടെ ആർച്ച് ബിഷപ്പ്, ഈ വരാപ്പുഴയിലെ ആർച്ച് ബിഷപ്പ് അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അവിടെ താമസിക്കാൻ വരുന്നു, മാർപ്പാപ്പയായിട്ട് വരുന്നു. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് അതേ സൗകര്യം ഉപയോഗിച്ച് താമസിക്കുന്നു. അപ്പം പുള്ളിയുടെ ജീവിതം എന്ന് പറയുന്നത് ദരിദ്രം, ലാളിത്യം നിറഞ്ഞ ജീവിതമാക്കി പുള്ളി മാറ്റി. സഭാ സംവിധാനത്തിൽ ഈ നിലപാട് മാറ്റം പറ്റാവുന്നിടത്തോളം ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. കാരണം ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് ഇയാൾ സന്ദർശിക്കാൻ പോകുന്ന രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ലോകത്തിലെ ദരിദ്ര രാജ്യങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ട്. പോരാ, ഇദ്ദേഹം കർദിനാൾ ആരെ വേണേ മാർപ്പാപ്പയ്ക്കാക്കാം. പക്ഷെ പരമ്പരാഗതമായിട്ട് കർദിനാൾ വരുന്ന നഗരങ്ങളുണ്ട്, കാർഡിനൽ സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇപ്പൊ ഇന്ത്യയിലാണേലും ബോംബെയിലെ ആർച്ച് ബിഷപ്പ് കർദിനാൾ ആകണം, കൽക്കട്ടയിലെ ആർച്ച് ബിഷപ്പ് ആകണം. അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യം കിടപ്പുണ്ട്. ഈ പുള്ളി അത് വെട്ടി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചെറിയ ചെറിയ പട്ടണങ്ങളിൽ, ദാരിദ്ര്യം പിടിച്ച നാടുകളിൽ നിന്നൊക്കെ കർദിനാളന്മാരുണ്ടാവും. അത് പറഞ്ഞാൽ ചോയ്സ് മാറുക, പ്രിഫറൻസ് മാറുക ചെയ്യുന്നത്, സഭയുടെ തന്നെ മാറ്റാൻ പുള്ളി നോക്കുക ചെയ്യുന്നു. പിന്നെ വറ്റിക്കാനിലെ ഈ കൂരിയ എന്ന് പറയുന്നതാണ് ബ്യൂറോക്രസി. ആ ബ്യൂറോക്രസിയാണ് അതിപ്പോ നമ്മുടെ ഇവിടെ കേരള ഗവൺമെന്റിനെ ആണെങ്കിലും ബ്യൂറോക്രസിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ ബ്യൂറോക്രസിക്ക് ഈ പറയുന്ന ദരിദ്രപക്ഷത്തിലേക്ക് മാറിയാലേ കാര്യങ്ങൾ മാറുകയുള്ളൂ. അത് ബ്യൂറോക്രസിയിൽ വമ്പൻ സാമ്പത്തിക അഴിമത്തം നടന്നിട്ടാണ് ബെനഡിക്റ്റ് പാപ്പ രാജിവെക്കേണ്ടി വന്നത്. അപ്പം അതൊരു കാരണമായിരുന്നു. അപ്പൊ ഇദ്ദേഹം അതും അധികം ആളുകൾക്ക് അങ്ങനെ അറിയില്ല എന്ന് തോന്നുന്നു. അതായത് പോപ്പ് വന്നതിന് ശേഷം ബെനഡിക്ട് പാപ്പ എഴുതി വെച്ച ഈ അഴിമതിയുടെ കാര്യങ്ങളുണ്ടല്ലോ, അവരെ വിചാരണ ചെയ്യുകയും ജയിലിലടക്കുകയും ചെയ്തു എന്നുള്ള ആ സംഭവം ഉണ്ടല്ലോ, അത് അധികം പുറം ലോകത്തിന് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതായത് ഇത് മുഴുവൻ, അതായത് ബെനഡിക്റ്റ് പാപ്പ അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. അതിന്റെ റിപ്പോർട്ട് എന്നാ പറയുക, രഹസ്യാത്മകതയോടുകൂടി അടുത്ത പോപ്പിന് കൈമാറി. അതിന്റെ പേരിൽ ഒത്തിരി നവീകരണ പ്രവർത്തനങ്ങൾ ഇദ്ദേഹം ചെയ്തു. കുറേയേറെ മാറ്റങ്ങൾ വരുത്താൻ പറ്റി. പക്ഷെ അധികം ഇതൊരു എന്നാ പറയുന്നത്, നമ്മൾ വെള്ളാനയെന്നും കണ്ടല്ലേ പറയുന്നത്, അല്ലേ? ഇത് വെള്ളാനയാ. ഇതിനെ പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റുകയില്ലെന്ന് മാത്രമല്ല, മാറ്റാൻ ശ്രമിക്കുന്നവനെ സമ്മതിക്കായിരുന്നില്ല. അവനെ തുമ്പിക്കൈക്ക് എടുത്തിട്ട് അടിച്ച് ചവിട്ടും, അവന്റെ ഇടപാട് തീർക്കും. അതാണ് ബ്യൂറോക്രസിയുടെ പ്രത്യേകത. അതാണ് വാറ്റിക്കാൻ കൂരിയ. അതായത് ഈ പോപ്പ് ഫ്രാൻസിസ് വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് വാറ്റിക്കാൻ കൂരിയയെ കുറിച്ച് പറയുന്നത്. ഒരിക്കലും അദ്ദേഹം പറഞ്ഞതാ, ഇത് സഭയുടെ കുഷ്ഠരോഗമാണ്. രൂക്ഷമായ പ്രയോഗങ്ങളാ. ഈ ബ്യൂറോക്രസി കുഷ്ഠരോഗമാണ്. അത് പിടിച്ചാൽ പോവുകയല്ല, മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്തുകൊണ്ട് പറയുന്ന പ്രയോഗത്തിന്റെ കട്ടിയതാ. കുഷ്ഠരോഗം പിടിച്ചാൽ പോകുകയല്ല. ഇപ്പോഴത്തെ കാലത്ത് അതിന് ചികിത്സ വന്ന് പുള്ളി പറയും. നമ്മൾ ഈ ടെർമിനോളജി ഉപയോഗിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് പ്രയോഗം എന്ന രീതിയിൽ പിടിച്ചാൽ അത് സ്പ്രെഡ് പകരും, വരുന്നവനിലേക്കൊക്കെ പകരും. രണ്ട്, പിടിച്ചവനിൽ നിന്ന് മാറുകയാണ്. ബ്യൂറോക്രസിയെ കുറിച്ച് പുള്ളി പറയുന്ന കൂരിയയെ കുറിച്ച് അത്രയും രൂക്ഷമായ സംവിധാനത്തിന് ഇദ്ദേഹം മുന്നോട്ട് വെച്ച പല പ്രോഗ്രാംസും ആ സംവിധാനം കൊണ്ട് ഇദ്ദേഹത്തിന് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റാതെ വന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ദാരിദ്ര്യം. മറ്റൊന്നാണ് സ്ത്രീകളുടെ
ഡീക്കൻ പദവി. അതായത് അത് സ്ത്രീകൾക്ക് അർഹമായ പങ്കാളിത്തം കൊടുക്കുക. മൂന്നാമത്തെ ഒരെണ്ണമാണ് വിവാഹിതരായ വൈദികർക്ക് വിവാഹിതരായ അൽമായർക്ക് വൈദിക പട്ടം കൊടുക്കുക. അത് മൂന്നും പുള്ളിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഭ ദരിദ്രമാവണം എന്ന് പുള്ളി സ്വയം മാതൃകയായിക്കൊണ്ട് തന്നെയുള്ള സ്വന്തം ജീവിതം ഒരു ദാരിദ്ര്യത്തിൻ്റെതായ ലളിത ജീവിതം നയിക്കുന്ന ഒരു പോപ്പ് സഭാധ്യക്ഷനായിട്ട് വരുമ്പോൾ പോലും സഭ ഭയങ്കര സമ്പന്നമായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു കോൺഫ്ലിക്റ്റ് പോപ്പ് ഇങ്ങനെ ഇരിക്കുമ്പോഴേ ബാക്കി സഭാ നേതൃത്വത്തിനുണ്ടായിരുന്നോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഒന്ന്, ഞാനത് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ ക്ലാസിക്കൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതാണ് ഇതിന്റെ മർമ്മം. അത് മുമ്പ് മാനില ചോദിച്ചതിനോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അതായത് ഇദ്ദേഹം ഈ ലിബറേഷൻ തിയോളജി, വിമോചന ദൈവശാസ്ത്രത്തിന്റെ പക്ഷത്തേക്ക് പുള്ളി മാറി എന്ന് പറയുമ്പോഴും ആദ്യം എതിർത്തിരുന്നെങ്കിലും ഈ വിമോചന ദൈവശാസ്ത്രത്തിന്റെ ആപ്ത വാക്യം എന്ന് പറയുന്നത് ദരിദ്രരുടെ പക്ഷം ചേരുക, പാവപ്പെട്ടവരുടെ പക്ഷം ചേരുക. അതാണ് നമുക്കിവിടെ ഉണ്ടായിരുന്നു ഒരു 70-കൾ 75 മത്സ്യത്തൊഴിലാളികളുടെ ഇടയ്ക്ക്. അതിൻ്റെ ഒരു ജൂബിലിക്കൊക്കെ ഈയിടെ ഞാൻ പോയായിരുന്നു. അന്ന് ഞാൻ സെമിനാരി പഠിക്കുമ്പോഴാണ് ഇവിടെ ഇത് നടന്നത്, ഈ മത്സ്യത്തൊഴിലാളി. അതെ, ഇവിടെ ഫിലമിൻ മേരി, അപ്പോൾ പ്രഗത്ഭരായ സിസ്റ്റേഴ്സ്, അവരൊക്കെ നമ്മൾ പെണ്ണുങ്ങളാണ് മുമ്പിൽ നിന്ന്, അവരൊക്കെ ബഹുമാനപൂർവ്വം. ഞാൻ പറഞ്ഞു, ഇന്ന് പോലും ഞങ്ങളുടെ ഇടയിലെ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കല്ല ആണുങ്ങൾക്കും ഇല്ല, 5-1 ധൈര്യമില്ല. അപ്പോൾ ലിബറേഷൻ തിയോളജി ആയിരുന്നു ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മുന്നേറ്റമായിട്ട് കത്തോലിക്ക സഭയിൽ വന്നത്. അവർ പോലും ആപ്തവാക്യമായിട്ട് പറയുന്നത് ദരിദ്രരുടെ പക്ഷം നമ്മൾ ചേരണം, സമ്പന്നരുടെ അല്ല. പക്ഷെ ഇദ്ദേഹം പോപ്പായതിനു ശേഷം ഇദ്ദേഹം അത് കടത്തി പറഞ്ഞു. സഭ ദരിദ്രയാകണം, ദരിദ്രരുടെ പക്ഷം ചേർന്നാൽ പോലെയല്ല, ദരിദ്ര. അതൊരിക്കലും ഒരു പത്രപ്രവർത്തനം ചോദിച്ചു, പിതാവ് പോപ്പ് ഇത് എപ്പോഴും സഭ ദരിദ്രയാവണമെന്ന് ഈ മാനിൽ ചോദിച്ചു കണക്ക് തന്നെ. പക്ഷേ ഇതൊന്നും കാണുന്ന സഭ ഭയങ്കര റിച്ച് ആയിട്ട് നിൽക്കല്ലേ. അപ്പൊ അയാൾ ചോദിച്ചു, സഭ ദരിദ്രയാവണം എന്ന് പറയുന്നത് ഇത് മനുഷ്യന് വല്ലതും പറ്റുന്നതാണ്? അണ്ണെ പുള്ളി ചിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതായത് ഈ സഭ എന്ന് പറയുന്നത് മണവാട്ടിയാണ്, മുമ്പ് പറഞ്ഞ കാര്യം. സഭയുടെ ഭർത്താവ് അല്ലെ മണവാളൻ എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ആണ്. എന്നിട്ട് പുള്ളി പറഞ്ഞു, ആട്ടെ ഈ മണവാളൻ ഭർത്താവ് എവിടെയാ ജനിച്ചത്? കന്നുകാലി തൊഴുത്തില്. എവിടെയാ മരിച്ചത്? മരക്കുരിശില്. പുള്ളി വിശദീകരിക്കും, മരക്കുരിശ് വെറുതെ അങ്ങ് കിടക്കുകയല്ല, തുണി പോലും ഇല്ല, നഗ്നനായിട്ട്. കാരണം അന്ന് കുരിശിൽ തറയ്ക്കുന്നവന്റെ തുണി വിരിച്ചിട്ടാ കിടക്കുക. അത് പറയുന്നുണ്ട് സുവിശേഷങ്ങളിൽ, അവന്റെ വസ്ത്രം 4 കീറി അവർ ഉപയോഗിച്ചിട്ട് തുണിയില്ലാതെ കിടക്കും. അങ്ങനെ ജനിച്ചത് കന്നുകാലി തൊഴുത്തില്, മരിച്ചത് നഗ്നനായിട്ട് കുരിശിൽ. ഇതിന്റെ ഇടയ്ക്കുള്ള ജീവിതത്തെക്കുറിച്ച് പുള്ളി തന്നെ പറയുന്നത് മനുഷ്യപുത്രൻ, അതായത് തനിക്ക് മനുഷ്യപുത്രനെ തലചായിക്കാൻ ഒരിടം പോലും ഇല്ല. അങ്ങനെ ജനനത്തിലും മരണത്തിലും അതിനിടയ്ക്കുള്ള ജീവിതത്തിലും ദരിദ്രനായിരുന്നവന്റെ ഭാര്യയ്ക്ക് ഭർത്താവിനേക്കാൾ സമ്പന്നയാകാൻ പറ്റും. ഇതാ പുള്ളി ചോദിച്ച ലോജിക്ക്. ആ ലോജിക്ക് കൃത്യമാ. ജീസസ് ക്രൈസ്റ്റ് ആണ് നമ്മുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ സഭയിലുള്ള അച്ഛന്മാർക്കും മെത്രാച്ചന്മാർക്കും ഒന്നും സമ്പന്നരാകാൻ പറ്റിയത്. ഇതാണ് പുള്ളി ചെയ്തുകൊണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സംവിധാനം, സഭാ സംവിധാനം വളരെ റിച്ചാണ്. അത് കാലാകാലങ്ങളിലായിട്ട് വന്നു കൂടിയ റിച്ച്നെസ്സാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, ഒരുത്തൻ ഒരു ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് വരണമെങ്കിൽ, ലൈഫിൻ്റെ, ഇപ്പം നമ്മളിലുള്ളതെല്ലാം ജീവനാണ്, ഈ ജീവൻ്റെ ഒരു ഉയർന്ന ലെവലിലേക്ക് വരണമെങ്കിൽ ഈ ജീവൻ സമ്പാദിച്ചു കൂട്ടുന്ന കാര്യങ്ങളുണ്ട്. അത് ശരിക്കും പറഞ്ഞത് ജർമ്മൻ ഫിലോസഫർ അത് പറഞ്ഞത് ഹാവിങ് ആൻഡ് ബീയിങ്, ഇത് തമ്മിലുള്ള വ്യത്യാസം. ബീയിങ് നമ്മുടെ സ്വത്തുമാണ്, അത് നമ്മുടെ ലൈഫാണ്. ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ ദിവസവും ജീവിക്കുന്ന ലൈഫ് പോരാ, എൻ്റെ ശരീരത്തിനും മനസ്സിനും പിറകിലുള്ള എൻ്റെ ലൈഫ് പ്രിൻസിപ്പിള്. പക്ഷെ ഇത് ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ ആർജിച്ചു കൂട്ടുന്ന സ്ഥാനങ്ങളുണ്ട്. ഒന്ന് കാശ്, സമ്പത്താകാം, എല്ലാ സമ്പാദ്യങ്ങളാകാം, ഭൂമിയാകാം, ധനമാകാം, എന്തിന് സ്ഥാനമാനങ്ങളാകാം. ഇപ്പോൾ എനിക്കിപ്പം ഉയർന്ന് അച്ഛനാകണം, മെത്രാനാകണം, അതിന് മുകളിലേക്ക് പോകണം, ഇതെല്ലാം സമ്പാദ്യം. ഈ സമ്പാദ്യങ്ങളിൽ നിന്ന് എത്ര അധികം ഒരകലം പാലിക്കാൻ പറ്റുന്നുവോ അത്രയും നീ വിമുക്തനാകും, ഉണർവിലേക്ക് വരും. അതാണ് ബുദ്ധനും നാരായണ ഗുരുസ്വാമിയും ഇപ്പം ബോബിയും ഒക്കെ കാണാം. അവൻ്റെ എല്ലാം സമ്പാദ്യം വെച്ചാൽ അതൊന്നും കാണില്ല. കാരണം ആ ഒരു വിമോചനത്തിലേക്ക് വരുന്നവൻ സമ്പാദ്യങ്ങളിൽ നിന്നും വിമുക്തനായിരിക്കും. അതാ ശരിക്കും പറഞ്ഞാൽ പോപ്പ് പറയുന്നത്. ദരിദ്രനാകണമെന്ന് പറഞ്ഞാൽ ഈ സമ്പാദിച്ചു കൂട്ടാവുന്ന സാധനങ്ങളിൽ നിന്നും
ഒരകലം പാലിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ആത്മീയൻ. അതായിരുന്നു ജീസസ്. അതുകൊണ്ട് ആ ജനനത്തിലും മരണത്തിലും അതിനിടയ്ക്കുള്ള ജീവിതത്തിലും ഒന്നുമില്ലാത്തവനെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു കഥയുണ്ട്. ഒന്നുമില്ലാത്തവൻ, അതായത് എല്ലാം ഓൺ ചെയ്യാൻ പറ്റും അല്ലേ? അത് ഭയങ്കരമാണ്. അതായത് ഒന്നും ഇല്ല, ഒന്നും ശരിക്കും ഒന്നുമില്ലാത്തവന് ഈ ഭൂമി മുഴുവൻ നമ്മുടേതാണ്.